الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഉസൂലുൽ ഈമാൻ എന്ന കിതാബിൽ അടുത്ത ബാബു ദിക്രിൽ മലായികതി അലൈഹിമുസ്സലാം വൽ ഈമാൻ ബിഹിം, മലക്കുകളെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങളും അതുപോലെ അവരിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഈ കിതാബ് കൊടുത്തിട്ടുള്ള രീതി കഴിഞ്ഞ ബാബുകൾ നമ്മൾ മനസ്സിലാക്കി. അള്ളാഹുവിന്റെ വിശ്വാസവും അള്ളാഹുവിലുള്ള വിശ്വാസവും അതിൽ അള്ളാഹുവിന്റെ സിഫത്തുകൾ അതുപോലെയുള്ള പല കാര്യങ്ങളെയും പറ്റി പരാമർശിച്ചു. പിന്നെ അള്ളാഹുവിന് കൊടുക്കേണ്ട ഗാംഭീര്യം അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഖദറിലുള്ള വിശ്വാസം, അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മുൻകൂട്ടി നിർണയിച്ചിട്ടുണ്ട് എന്ന ഖദറിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട ബാബാണ് കഴിഞ്ഞ ദർസുകളിൽ നാം പറഞ്ഞത്. അടുത്ത ബാബ് മലക്കുകളുമായി ബന്ധപ്പെട്ട് ഉള്ള വിശ്വാസം. ഉസൂലുൽ ഈമാനിൽ രണ്ടാമതായി പറയുന്ന അള്ളാഹുവിലുള്ള വിശ്വാസത്തിന് ശേഷം പറയുന്ന ഈമാനു ബില്ലാഹി വ മലായികതിഹി, മലക്കുകളുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിലാദ്യം ഈ ബാബിന്റെ ആദ്യത്തിൽ ചില ആയത്തുകളാണ് കൊടുക്കുന്നത്. പിന്നീട് മലക്കുകളുമായി ബന്ധപ്പെട്ട ഹദീസുകളും അസറുകളുമെല്ലാം കൊടുക്കുന്നുണ്ട്. ആദ്യം കൊടുക്കുന്നത് സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ ആയത്താണ്. وقول الله تعالى ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين. ليس البر أن تولوا وجوهكم قبل المشرق والمغرب, കിഴക്കോ പടിഞ്ഞാറോ നിങ്ങൾ മുഖം തിരിക്കുന്നു എന്നുള്ളതല്ല പുണ്യം എന്നുള്ളത്, ബിർ എന്നുള്ളത്. ولكن البر من آمن بالله واليوم الآخر, എന്നാൽ പുണ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കലും അന്ത്യനാളിൽ വിശ്വസിക്കലും വൽ മലായികത്തി, മലക്കുകളിൽ വിശ്വസിക്കലും വൽ കിതാബി വൻ നബിയീൻ, കിതാബുകളിലും നബിമാരിലും വിശ്വസിക്കലാണ്. ഇതിൽ ഉസൂലുൽ ഈമാൻ കാര്യങ്ങളെ പരാമർശിക്കുന്ന ഒരായത്താണത്. ഖദറിനെ പറ്റി പ്രത്യേകം പറയാത്തത് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ്? ഖദറിലുള്ള വിശ്വാസം അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് ഉലമാക്കൾ പറയാറുണ്ട്. ഇതിൽ ഈ ആയത്ത് ഇവിടെ കൊടുക്കാനുള്ള കാരണം ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ് മലക്കുകളുള്ള വിശ്വാസം എന്നറിയിക്കാനാണ്. വൽ മലായികതി എന്ന് വന്നിട്ടുണ്ട്. അതിനുള്ള ദലീലായിട്ടാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഈ ആയത്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായിട്ടുള്ള സൃഷ്ടികളാണ്. അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ സൃഷ്ടികളുടെ രൂപവും ഉത്തരവാദിത്തങ്ങളും എല്ലാം ഈ ബാബിന്റെ അടുത്ത അസറുകളിലും ഹദീസുകളിലുമായിട്ട് പറയാം. അടുത്തത് സൂറത്തു ഫുസ്സിലത്തിലെ 30-ാമത്തെ ആയത്താണ്. വഖൗലുഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്ക്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. മലക്കുകളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മലക്കുകളെ മനുഷ്യർ കണ്ടുമുട്ടുന്ന സന്ദർഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അടുത്തത് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള കൊടുത്തിട്ടുള്ളത്. ആദ്യം അങ്ങനെ സൃഷ്ടികളുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം പറയുന്നത് അവരെ മനുഷ്യർ കണ്ടുമുട്ടുന്ന, നേരിട്ട് കാണുന്ന സന്ദർഭം എപ്പോഴാണ് പറയാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ആരാണോ ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞത്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ എല്ലാ പരിപൂർണമായ രൂപത്തിലും അംഗീകരിക്കുകയും പറയുകയും ചെയ്യുന്നത്. സുമ്മസ്തഖാമു, പിന്നെ നേരെ ചൊവ്വെ നിലകൊള്ളുന്നത്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാൾ എന്തെല്ലാം ഉണ്ടായിരിക്കണം, ഏതൊക്കെ നിലയിലാണ് ജീവിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആ രീതിയിൽ ജീവിതത്തെ ക്രമീകരിച്ചവൻ. തതനസ്സലു അലൈഹിമുൽ മലായികതു, അവരുടെ മേൽ അവരുടെ അടുക്കലേക്ക് മലക്കുകൾ ഇറങ്ങിവരും. ഏത് സമയത്ത്? മരണ സമയത്ത്. അവർ മരിക്കുന്ന സമയത്ത് മലക്കുകളെ അവർ
കാണും. അപ്പൊ ഈ സൃഷ്ടികളെ ഇപ്പൊ ഇത് കൊടുക്കാനുള്ള കാരണം ഒന്നാമത്തേത് മലക്കുകളിലുള്ള ഈമാന്റെ ആയത്ത് കൊടുത്തു, രണ്ടാമത്തേത് ആ മലക്കുകളെ കണ്ടുമുട്ടുന്ന മനുഷ്യർ നേരിട്ട് അവരുടെ രൂപത്തിൽ കാണുന്ന സന്ദർഭമാണ് പറയുന്നത്. മലക്കുകൾ മരണസമയത്ത് അവരിലേക്ക് ഇറങ്ങി വരും. അല്ലാ തഖാഫു വലാ തഹ്സനു, എന്നിട്ട് അവരോട് പറയും നിങ്ങൾ ഭയപ്പെടേണ്ട, ദുഃഖിക്കുകയും വേണ്ട. ഭയം എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഭയമുണ്ടാവുക, അഥവാ മുസ്തഖ്ബലായിട്ടുള്ള ഇനി വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഒരാൾക്ക് ഭയമുണ്ടാവുക. ഹസ്നാണെങ്കിലോ ദുഃഖമാണെങ്കിലോ ലാ തഹ്സനു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ ദുനിയാവിലെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങളുടെ കുടുംബമാവട്ടെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയും വേണ്ട. ഭയം എന്നുള്ളത് ഭാവിയുമായിട്ടും ദുഃഖം എന്നുള്ളത് ഭൂതകാലവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. എന്നിട്ട് പറയും വബ്ശിറൂ ബിൽ ജന്നത്തി ലത്തി കുൻതും തുഅദൂൻ, നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട്. ബിൽ ജന്നത്തി ലത്തി കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട് എന്ന് ആ മലക്കുകൾ അവരോട് ആ സമയത്ത് അറിയിക്കുന്നതാണ്. മലക്കുകൾ അവരോട് പറയും. അപ്പോ മനുഷ്യർ മലക്കുകളെ കാണുന്ന ഒരു സന്ദർഭമാണ് മരണസമയം. എന്താണ് ഈ മരണസമയത്ത് മലക്കുകളെ കാണുക എന്ന് പറഞ്ഞാൽ? മലക്കുൽ മൗത്ത് മാത്രമല്ല റൂഹ് പിടിക്കാൻ വരിക. ഇവിടെ പിന്നെ മലായിക്ക, മലക്കുകൾ എന്ന് പറയാനുള്ള കാരണം എന്താണ്? മലായിക്ക എന്നുള്ളത് പറയാനുള്ള കാര്യം, മലക്ക് എന്നുള്ളതിന്റെ ജംആണ് മലായിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ മലായിക്ക, മലക്ക് എന്നുള്ള പദത്തിന്റെ അർത്ഥം, മലക്ക് എന്ന പദത്തിന്റെ അസ്ല് മൽഅക്ക് എന്നുള്ള വാക്കാണ്. മൽഅക്ക് അത് വന്നിട്ടുള്ളത് അൽ ഉലൂക്കത്ത് എന്ന വാക്കിൽ നിന്നാണ്. അതിന്റെ അർത്ഥം അൽ റിസാല എന്നാണ്. അള്ളാഹുവിന്റെ റസൂലുകളാണ് മലക്കുകൾ. അതിന്റെ അർത്ഥത്തിലാണ് മലക്ക് എന്നുള്ള പേര് വന്നിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അപ്പോൾ മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കുന്ന സന്ദർഭത്തിൽ മലക്കുൽ മൗത്തിനോടൊപ്പം തന്നെ വേറെ ചില മലക്കുകളും വരും. അത് നല്ല ഈമാനുള്ള ഒരാളാണെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള മലക്കുകളും, അല്ലാത്ത ആളുകളാണെങ്കിൽ ദുഷിച്ച ആളുകൾ കാഫിര്യങ്ങളും മറ്റുമാണെങ്കിൽ നരകത്തിലുള്ള മലക്കുകളുമാണ് വരിക. മലക്കുൽ മൗത്തിന്റെ ജോലി റൂഹിനെ പിടിക്കുക എന്നുള്ളത് മാത്രമാണ്. റൂഹിനെ പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തിനുള്ളിൽ ആ മലക്കുൽ മൗത്ത് റൂഹിനെ ആരെ ഏൽപ്പിക്കും? ഈ നല്ല ആത്മാവാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ള മലക്കുകളുടെ അടുക്കൽ ഏൽപ്പിക്കും. ദുഷിച്ച ആത്മാവാണെങ്കിൽ നരകാവകാശികളായിട്ടുള്ള നരകത്തിന്റെ മലക്കുകൾ, നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന മലക്കുകളുടെ കയ്യിൽ ആ റൂഹിനെ ഏൽപ്പിക്കും. അപ്പൊ ഇവിടെ പറഞ്ഞത് മുഅ്മിനായ ആളുടെ മരണസമയത്ത്, ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ച ആളുടെ മരണസമയത്തുള്ളതാണ്. അല്ലാതെയുള്ള ആളുകളുടെ മരണസമയത്തെ കുഫാറുകളെ പറ്റിയിട്ട് അള്ളാഹു സൂറത്തുൽ അൻഫാലിലെ 50-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. വലൗ തറാ إذ يتوفى الذين كفروا الملائكة يضربون وجوههم وأدبارهم وذوقوا عذاب الحريق. മലക്കുകൾ ഈ ആളുകളെ മരിപ്പിക്കുന്ന, കുഫാറുകളെ മരിപ്പിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ മുഖത്തും പുറത്തുമെല്ലാം അടിച്ചുകൊണ്ട് വേദനിപ്പിച്ചിട്ടാണ് ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ സൂറത്തുൽ അൻആമിലെ 93-ാമത്തെ ആയത്തിൽ ആ വിഷയം പറയുന്നുണ്ട്. അഖ്രിജു അൻഫുസകും അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ. മലക്കുകൾ പറയും അവന്റെ റൂഹിനെ വിളിച്ച് പുറത്തേക്കിട്, അവന് വേദനയേറിയ ശിക്ഷയാണുള്ളത് എന്ന്. അപ്പോ മലക്കുകൾ ഈ രീതിയിൽ മരണസമയത്ത് മനുഷ്യർ മലക്കുകളെ കാണും, ഈ സൃഷ്ടികളെ നേരിട്ട് കണ്ട് മനസ്സിലാക്കും. അതിനുള്ള ഒരു തെളിവായിട്ടാണ് ഈ ആയത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്ത ആയത്ത് എന്താണ് ഈ മലക്കുകളുടെ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ മലക്കുകൾ എന്താണ് പ്രധാനപ്പെട്ട ജോലി എന്ന് അറിയിക്കുന്ന ചില ആയത്തുകളാണ് അടുത്ത രണ്ടായത്തുകൾ. സൂറത്തുൻ നിസായിലെ 172-ാമത്തെ ആയത്ത്. വഖൗലുഹു തആല لن يستنكف المسيح أن يكون عبدا لله ولا الملائكة المقربون. لن يستنكف المسيح, മസീഹ് എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? ഈസ ഇബ്നു മറിയം. ഈസാ നബി അലൈഹിസ്സലാമോ അൻ യകൂന അബ്ദൻ, യസ്തൻകിഫ പറഞ്ഞാൽ വൈമനസ്യം കാണിക്കുക, അല്ലെങ്കിൽ ഒരു വെറുപ്പ് കാണിക്കുക, താല്പര്യമില്ലായ്മ കാണിക്കുക എന്നുള്ളത്. അപ്പോ ഒരിക്കലും ഈസാ നബിയോ മലക്കുകളോ അൻ യകൂന അബ്ദൻ ലില്ലാഹ് വലൽ മലായികത്തുൽ മുഖറബൂൻ, അള്ളാഹുലേക്ക് അടുത്തിട്ടുള്ള മലക്കുകളോ ഈസാ നബി അലൈഹിസ്സലാമോ എന്തില്ല, അവർക്ക് അള്ളാഹുവിനൊരു അടിമയാകാൻ അവർക്കൊരു വൈമനസ്യമോ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല എന്ന് അള്ളാഹു തആല പറയാണ്. അപ്പൊ മലക്കുകൾ എന്താണ്? അള്ളാഹുവിന്റെ അബ്ദാണ്. ഒരിക്കലും ഇബാദത്തിന്റെ ഒരു അംശത്തിനും അർഹരല്ല. അള്ളാഹുവിന്റെ സന്താനങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യവും മലക്കുകളുടെ മേലെയില്ല. അവർ അബ്ദുകളാണ്. അടുത്ത ഒന്ന് ആ അബ്ദുകളാണെന്ന് പറഞ്ഞു, അവരെ ഇബാദത്തിന്റെ ഒരവസ്ഥയെ പറ്റിയാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. സൂറത്തുൽ അൻബിയായിലെ 19-20 ആയത്തുകളിൽ അല്ലാഹു തആല പറയുന്നു. വഖൗലുഹു തആല വലഹു മൻ ഫിസ് സമാവാതി വൽ അർദ്
ومن عنده لا يستكبرون عن عبادته ولا يستحسرون يسبحون الليل والنهار لا يفترون وله من في السماوات والأرض ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിന്റേതാണ്. വമൻ ഇൻദഹു അല്ലാഹുവിന്റെ അടുക്കലുള്ളവർ ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ ഒരു അഹങ്കാരവും അവർ കാണിക്കുന്നില്ല. അതായത് ഒരു അടിമ അല്ലാഹുവിനെ ആരാധിക്കുന്നില്ല എങ്കിൽ അവൻ എന്താണ് കാണിക്കുന്നത്? അല്ലാഹുവിനോടുള്ള അഹങ്കാരമാണ്. അവൻ കീഴൊതുങ്ങേണ്ട, അവന്റെ മേലെ അധികാരമുള്ള അവന്റെ റബ്ബിനോടുള്ള അഹങ്കാരമാണ് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാതിരിക്കുക എന്നുള്ളത്. എന്നാൽ മലക്കുകൾ ഇബാദത്തിന്റെ വിഷയത്തിൽ ഒരു കിബറും കാണിക്കുന്നില്ല. വലാ യസ്തഹ്സിറൂൻ അവർക്ക് മടുപ്പ് തോന്നുന്നില്ല, ക്ഷീണിച്ച് മതി എന്ന നിലക്ക് ആ ഒരവസ്ഥ അവർക്കില്ല. യുസബ്ബിഹൂന ലൈല വന്നഹാർ രാവും പകലും അവർ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ലാ യഫ്തുറൂൻ അതിലവർ ഒരു ഗ്യാപ്പും വരുത്തുകയില്ല, അത് മുറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയില്ല. അതെപ്പോഴും അങ്ങനെ തന്നെ അവർ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ് എന്ന് പറയാം. അപ്പൊ ഈ ആയത്തിൽ എന്താണ്? ആ മലക്കുകൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആദ്യത്തെ ആയത്ത് മലക്കുകളുള്ള ഈമാനിനുള്ള തെളിവായിട്ടാണ്. രണ്ടാമത്തേത് ആ മലക്കുകളെ യഥാർത്ഥ രൂപത്തിൽ കാണുന്നത് ഏത് സമയത്താണ്? മനുഷ്യർ എന്നുള്ളതാണ്. മൂന്നാമത്തേത് അവർ അബ്ദാണ് എന്ന് അറിയിക്കുന്നതാണ്. നാലാമത്തേത് അവരുടെ ഇബാദത്തിന്റെ അവസ്ഥകൾ പറയുന്നതാണ്. ഇനി അതുപോലെ തന്നെ അടുത്തത് ആ മലായിക്കുകളുടെ രൂപത്തിന്റെ, അവരുടെ രൂപം, അവരുടെ കോലം, അതിനെപ്പറ്റിയുള്ള ഒരു പരാമർശം ഖുർആനിൽ വന്നതാണ് അടുത്ത ആയത്ത്. പിന്നെ സൂറത്ത് ഫാത്തിറിലെ 1-ാമത്തെ ആയത്ത്. വഖൗലുഹു തആല അതിൽ ഈ ഭാഗം ജാഇലിൽ മലായികതി റുസുലൻ ഉലി അജ്നിഹത്തിൻ മസ്നാ വസുലാസ വറുബാ അല്ലാഹുവിനെ പറ്റി പറയാണ്. അല്ലാഹു ആരാണ്? ജാഇലിൽ മലായികതി റുസുലൻ മലക്കുകളെ റസൂലുകളാക്കിയവൻ. ഉലി അജ്നിഹത്തിൻ അവർ ചിറകുകളുള്ളവരാണ് ആ മലക്കുകൾ. മസ്നാ വസുലാസ വറുബാ രണ്ടോ മൂന്നോ നാലോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടുള്ള ചിറകുകളുള്ള ആ സൃഷ്ടികളാണ് മലക്കുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പൊ മലക്കുകളുടെ വിശേഷണത്തിൽ അവരുടെ രൂപത്തിൽപ്പെട്ടൊരു കാര്യമാണ് അവരെങ്ങനെയുള്ളവരാണ്? ചിറകുകളുള്ളവരാണ് എന്നുള്ളത്. വേറെ വിശേഷണങ്ങൾ അവരുടെ വസ്ത്രം അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോ അവരുടെ വിശേഷണമായി ചിറകുള്ളവരാണ് എന്ന് ഖുർആനിൽ വന്നതാണ് അടുത്ത ആയത്തിൽ കൊടുത്തിട്ടുള്ളത്. അവസാനത്തെ ആയത്ത് ഇബ്നു അബ്ദുൽ വഹ്ഹാബ് റഹിമഹുല്ലാ ഇതിന്റെ ഒരു ആമുഖമായി കൊടുക്കുന്നത് വഖൗലുഹു തആല സൂറത്ത് ഗാഫിറിലെ 7-ാമത്തെ ആയത്ത് അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ. ഈ ആയത്തിന് പ്രത്യേകമായിട്ട് ഒരുപാട് പ്രത്യേകതയുള്ള വിശദീകരിക്കേണ്ട ഒരു ആയത്താണ്. കാരണം മുഅ്മിനീങ്ങൾക്ക് വേണ്ടി തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകൾക്ക് വേണ്ടി ഹമലത്തുൽ അർശ് അർശിനെ ചുമക്കുന്ന മലക്കുകൾ പോലും അള്ളാഹുവിനോട് ദുആ ചെയ്യും, ഇസ്തിഗ്ഫാറിനെ തേടും എന്ന് അറിയിക്കുന്ന മഹത്തായിട്ടുള്ള ആയത്താണ്. നമ്മുടെ ഈ ബാബുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഇവിടെ ഇബ്നു അബ്ദുൽ വഹ്ഹാബ് റഹിമഹുല്ലാ ആയത്ത് കൊടുത്തിട്ടുള്ളത് മലക്കുകൾക്ക് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നാണ്. അഥവാ ഓരോ മലക്കുകൾ, ഓരോ കൂട്ടം മലക്കുകൾ ഓരോ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന മലക്കുകളായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കൂട്ടരാണ് അല്ലദീന യഹ്മിലൂനൽ അർശ് അർശിനെ ചുമക്കുന്ന ആളുകൾ, അർശിനെ വഹിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സൃഷ്ടിയായിട്ടുള്ള അർശിനെ 8 മലക്കുകൾ അന്ത്യനാളിൽ വഹിക്കുകയും, എന്നാൽ ഇപ്പോൾ അത് 4 8 എന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ അന്ത്യനാളിൽ അതിനെ 8 മലക്കുകൾ വഹിച്ചുകൊണ്ടാണ് ഉണ്ടാവുക എന്നുള്ളത് ഖുർആനിലെ ആയത്തുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ആ വഹിക്കുന്ന മലക്കുകളുണ്ട്. വമൻ ഹൗലഹു ആ അർശിന് ചുറ്റുമായിട്ടുള്ള മലക്കുകളുണ്ട്. അഥവാ മലക്കുകൾക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ ഓരോ തരത്തിലുണ്ട്. അങ്ങനെയുള്ള മലക്കുകളുണ്ട് എന്ന് പറയാണ്. ഓരോ മലക്കുകളുടെ ഉത്തരവാദിത്തങ്ങളും ഈ ബാബിൽ വരുന്നുണ്ട്. യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം അവർ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു, തഹ്മീദ് ചെയ്യുന്നു. വയുഅ്മിനൂന ബിഹി അല്ലാഹുവിൽ ഈമാൻ കൊള്ളുന്നു. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക്, അതിനുശേഷം തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകൾക്ക്, അവർക്കൊക്കെ വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്നവരാണ് ആര്? ഹമലത്തുൽ അർശിലെ മലക്കുകൾ. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് അല്ലാഹുവിലുള്ള ഈമാൻ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ലഭിക്കുന്ന മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് ഹമലത്തുൽ അർശായിട്ടുള്ള മലക്കുകൾ, അർശിനെ ചുമക്കുന്ന മലക്കുകൾ. അത്രയും അള്ളാഹുവിന്റെ അടുക്കൽ മുഖർരിബീങ്ങളായിട്ടുള്ള മലക്കുകൾ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രത്യേകം ഇസ്തിഗ്ഫാർ തേടുമെന്നുള്ളത് ആ ആയത്ത് മനസ്സിലാക്കി വെക്കുകയും അതിന്റെ തഫ്സീറുകൾ നിങ്ങൾ പരിശോധിക്കുകയും ചെയ്യണം. ഒരുപാട് ഫായിദയുള്ള ആയത്താണ് ആ പറഞ്ഞ ആയത്ത്. അതിൽ മുഴുവൻ ഭാഗം കൊടുത്തിട്ടില്ല, ഇതിൽ ബാബുമായി ബന്ധപ്പെട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അടുത്തത് ഈ ബാബിൽ കൊടുത്തിട്ടുള്ള ചില ഹദീസുകൾ.
അതിലൊന്നാമത്തേത് മലക്കുകളെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് എന്തിൽ നിന്നാണ് മലക്കുകളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നറിയിക്കുന്ന ഒരു ഹദീസാണ്. وعن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم خلقت الملائكة من نور وخلق الجان من مارج من نار وخلق آدم مما وصف لكم رواه مسلم. ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ എങ്ങനെയാണ് മലക്കുകളെ സൃഷ്ടിച്ചിട്ടുള്ളത് അഥവാ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നറിയിക്കുകയാണ്. ഇവിടെ എന്താണ് പറയുന്നത്? ഖുലിഖത്തിൽ മലായികതു മിൻ നൂരിൻ, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പ്രകാശത്തിൽ നിന്നാണ്, നൂറിൽ നിന്നാണ്, പ്രകാശത്തിൽ നിന്നാണ് മലക്കുകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. വഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാരിൻ, ജിന്ന് വർഗത്തെ ഇബ്ലീസിനെയും സന്താനങ്ങളെയും എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് മിൻ മാരിജിൻ മിൻ നാർ, തീയിൽ നിന്നല്ല, തീയിന്റെ നാളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. തീയിൽ നിന്നാണെന്ന് ചില ആളുകൾ പറയാറുണ്ട്. തീയിന്റെ നാളം എന്ന നിലക്കാണ് അത് വന്നിട്ടുള്ളത്. മിമ്മാരിജിൻ മിൻ നാർ എന്നുള്ളതാണ്. തീയുമായി അടുത്ത് നിൽക്കുന്നത് തന്നെയാണ്, എന്നാൽ തീയിന്റെ മുകളിൽ ഉണ്ടാകുന്ന ആ ഒരു നാളത്തിന്റെ ഭാഗത്ത് നിന്നാണ്, അതിൽ നിന്നാണ് ജിന്ന് വർഗത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. വഖുലിഖ ആദമു മിമ്മാ വുസിഫ ലക്കും, ആദമിനെ സൃഷ്ടിച്ചിട്ടുള്ളത് അഥവാ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് മിമ്മാ വുസിഫ ലക്കും, നിങ്ങൾക്ക് വസ്ഫ് ചെയ്ത് തന്നിട്ടുള്ള, നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുള്ള, വിശദീകരിച്ച് തന്നിട്ടുള്ള കാര്യത്തിൽ നിന്നാണ്. അതെന്താണ്? തീൻ, കളിമണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. തീൻ എന്നുള്ളത്, കളിമണ്ണ് എന്നുള്ളത് മലയാളത്തിലെ ഒരു പദപ്രയോഗമാണ്. എന്നിരുന്നാലും മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ധാരാളം ആയത്തുകൾ ഖുർആനിൽ കാണാം. മിമ്മാ ഖലഖനാകും എന്നുള്ള ആയത്ത് കാണാം. അതുപോലെ തന്നെ ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞ അന ഖൈറും മിൻഹു ഖലഖ്തനി മിൻ നാർ വഖലഖ്തഹു മിൻ തീൻ എന്ന് ഇബ്ലീസ് പറഞ്ഞത് കാണാം. തീയിന്റെ ഭാഗത്തു നിന്നാണ്, തീയിൽ നിന്നാണ് ഞാൻ എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്, നീ അവരെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് തീനിൽ നിന്നാണ്, മണ്ണിൽ നിന്നാണ് എന്നുള്ള വാക്ക് പറഞ്ഞത് കാണാം. അതാണ് വുസിഫലക്കും എന്ന് പറഞ്ഞത്. അപ്പോ മലക്കുകളിലുള്ള വിശ്വാസം വേണം. ആ മലക്കുകളുടെ വിശ്വാസത്തിൽ അള്ളാഹു അറിയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണെന്ത്? ആ മലക്കുകളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്തിൽ നിന്നാണ്? വെളിച്ചത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ പ്രകാശത്തിൽ നിന്നാണ്, നൂറിൽ നിന്നാണ് മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അടുത്ത ഹദീസ് മലക്കുകളുടെ ഇബാദത്തിന്റെ ആധിക്യം, അതുപോലെ തന്നെ അവരുടെ എണ്ണത്തിന്റെ ആധിക്യത്തെ അറിയിക്കുന്ന ഒരു ഹദീസാണ്. وثبت في بعض أحاديث المعراج, മിഅറാജിന്റെ ഹദീസുകളിൽ ചിലതിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ആ ഹദീസുകൾ ബുഖാരിയും മുസ്ലിമും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളാണ്. ഇസ്രാ മിഅറാജിന്റെ ഹദീസുകൾ. എന്താണ് ഇസ്രാ മിഅറാജ് എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു ദിവസം രാത്രിയിൽ മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്കും, അതിന് ഇസ്രാ എന്ന് പറയും, അവിടെ നിന്ന് 7 ആകാശത്തിന് മുകളിൽ അള്ളാഹുവിന്റെ സന്നിധിയിലേക്കും പോയ യാത്രക്കാണ് ഇസ്രാ മിഅറാജ് പറയുന്നത്. ഇസ്രാ എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മഖ്ദിസ് വരെ പോയ യാത്ര, മിഅറാജ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് 7 ആകാശത്തിലേക്ക് പോയ യാത്ര. ഖുർആനിലൂടെ സ്ഥിരപ്പെട്ടതാണ്, ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടുള്ള കാര്യമാണ്. അതിന്റെ ഹദീസുകൾ പല റിവായത്തുകൾ വന്നിട്ടുണ്ട്. അതിൽ ബുഖാരിയും മുസ്ലിമും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന റിവായത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് കൊടുത്തിട്ടുള്ളത് മലക്കുകളുമായി ബന്ധപ്പെട്ടത്. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം റുഫിഅ ലഹു അൽ ബൈത്തുൽ മഅ്മൂർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്തപ്പെട്ടു, ബൈത്തുൽ മഅ്മൂറിലേക്ക് ഉയർത്തപ്പെട്ടു. അല്ലദീ ഹുവ ഫിസ് സമാഇ സാബിഅ വഖീല ഫിസ് സാദിസ, 7ാം ആകാശത്തിലുള്ള അല്ലെങ്കിൽ 6ാം ആകാശത്തിലുള്ള, റിവായത്തിൽ ചില വ്യത്യാസം ഉണ്ടായിരിക്കാം. ആകാശലോകത്ത് ഏറ്റവും മുകളിലുള്ള ആകാശത്തിൽ. ബിമൻസിലത്തിൽ കഅബത്തി ഫിൽ അർദ്, ആ ബൈത്തുൽ മഅ്മൂറിന് ആകാശലോകത്തിലുള്ള സ്ഥാനം എന്താണ്? ഈ ലോകത്ത് കഅബക്കുള്ള സ്ഥാനം എന്താണോ അതുപോലെയാണ്. ഇവിടെ നമുക്കറിയാം കഅബ എന്നുള്ളത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട പരിശുദ്ധമായ ഭവനമാണ്. ചില പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ ആകാശലോകത്തുള്ള ഭവനമാണ് ബൈത്തുൽ മഅ്മൂർ എന്നുള്ളത്. വഹുവ ബിഹിയാലിൽ കഅബ, അത് നിലകൊള്ളുന്നത് കഅബയുടെ അതേ ഭാഗത്താണ്. അഥവാ ഭൂമിയിൽ കഅബ എവിടെയാണോ അതിന്റെ അതേ ദിശയിലായിക്കൊണ്ടാണ് ആകാശലോകത്ത് ബൈത്തുൽ മഅ്മൂറും ഉള്ളത്. ഹുർമത്തുഹു ഫിസ് സമാഇ കഹുർമത്തിൽ കഅബത്തി ഫിൽ അർദ്, കഅബയ്ക്ക് എത്ര ഹുർമത്തുണ്ടോ, പരിശുദ്ധിയുണ്ടോ, അതിന് കൊടുക്കേണ്ട അവകാശങ്ങൾ എത്ര ഉണ്ടോ അതുപോലെയാണ് ദുനിയാവിൽ ഭൂമിയിൽ വെച്ച് കൊടുക്കുന്ന പോലെയാണ് ആകാശലോകത്ത് ബൈത്തുൽ മഅ്മൂറിന്റെയും ഹുർമത്ത് എന്നുള്ളത്. വൈദാ ഹുവ യദ്ഖുലുഹു കുല്ല യൗമിൻ, അങ്ങനെയുള്ള ആ ഭവനത്തിലേക്ക് പ്രവേശിക്കും ഓരോ ദിവസവും 70,000 മലിക്കിൻ,
70,000-ഓളം മലക്കുകൾ അതിലേക്ക് പ്രവേശിക്കും. ثم لا يعودون إليه آخر ما عليهم. ആ മലക്കുകൾ അവിടെ തവാഫിനും മറ്റുമായി പ്രവേശിച്ചു കഴിഞ്ഞാൽ, ആ 70,000 മലക്കുകൾ ഒരു ദിവസത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലെ അവസാനത്തെ ആള് പോലും പിന്നെന്താവൂല, അതിലേക്ക് പിന്നെ വരില്ല. അങ്ങനെ ഓരോ ദിവസവും 70,000-ഓളം മലക്കുകൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, തവാഫ് ചെയ്യാനും ഇബാദത്തിനായിട്ട് പ്രവേശിക്കുന്നുണ്ട് എന്ന് പറയാണ്. ഈ ഹദീസിൽ നിന്ന് 2 പ്രധാനപ്പെട്ട ഫായിദകളാണുള്ളത്. ഒന്ന്, അന്നൽ മലായികത യഅ്ബുദൂനല്ലാഹ്, മലക്കുകൾ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ്, അത് അവരുടെ ജോലിയാണ്, ഏത് സമയത്തും അവരതിൽ മുഴുകുന്ന ആളുകളാണ്. 2, ഫീഹി ദലീലുൻ അലാ കസ്റത്തിൽ മലായിക, മലക്കുകളുടെ ആധിക്യത്തിനുള്ള തെളിവ് ഈ ഹദീസിലുണ്ട്. കാരണം ആലോചിച്ചാൽ മതി, ഒരു ദിവസം 70,000 മലക്കുകൾ അവിടെ പ്രവേശിച്ച് പിന്നീട് അവർ പ്രവേശിക്കുന്നില്ല എങ്കിൽ എത്ര മലക്കുകൾ ഉണ്ടായിരിക്കും എന്നുള്ളത് അത്രയും ധാരാളം അവരുടെ എണ്ണത്തെ അറിയിക്കുന്ന ഒരു ഹദീസാണത്. ഒന്നാമത്തെ ഹദീസിൽ മലക്കുകളുടെ സൃഷ്ടിപ്പ് പറഞ്ഞു, രണ്ടാമത്തേതിൽ മലക്കുകളുടെ ആധിക്യം, എണ്ണത്തിൽ എത്ര ആധിക്യമുണ്ട് എന്നുള്ളതിനെ അറിയിക്കുന്നതാണ്. അടുത്ത ഹദീസ് ആകാശലോകത്ത് മലക്കുകൾ അവരുടെ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ടിട്ടും അവരുടെ ആധിക്യവുമായി ബന്ധപ്പെട്ടിട്ട് അറിയിക്കുന്ന ഹദീസുകളാണ്. 2 ഹദീസുകൾ. ഒന്നാമത്തേത് അതിൽ വഅൻ ആയിഷത റളിയല്ലാഹു അൻഹാ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു, അവർ പറഞ്ഞു, قال رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ما في السماء موضع قدم إلا عليه ملك ساجد أو ملك قائم فذلك قول الملائكة وإنا لنحن الصافون وإنا لنحن المسبحون. رواه محمد بن نصر وابن أبي حاتم وابن جرير وابو الشيخ. ഇതിൽ പറയുന്നത് മാ ഫിസ് സമാഇ മൗദിഉ ഖദമിൻ, ആകാശലോകത്തില്ല. ഖദം എന്ന് പറഞ്ഞാൽ ഒരു കാലടി, ഒരു കാല് വെക്കാനുള്ള സ്ഥലമില്ല, ഒരു സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം സ്ഥലമില്ല. ഇല്ല അലൈഹി മലക്കുൻ സാജിദുൻ, അവിടെ ഒരു മലക്ക് സുജൂദിലായിക്കൊണ്ടല്ലാതെ. ഔ മലക്കുൻ ഖായിമുൻ, അല്ലെങ്കിൽ ഒരു മലക്ക് നിന്നുകൊണ്ട് അള്ളാഹുവിനുള്ള ഇബാദത്തിൽ കൊണ്ടല്ലാതെ. ഫദാലിക ഖൗലുൽ മലായിക, അതാണ് മലക്കുകളുടെ ഈ വാക്കിന്റെ അർത്ഥം. സൂറത്തു സ്വാഫാത്തിലെ 165, 166 ആയത്തിൽ മലക്കുകളുടെ വാക്കാണ്. വ ഇന്നാ ലനഹ്നു സ്സാഫൂൻ, നാമാണ് അണിനിരന്ന് നിൽക്കുന്ന ആളുകൾ. വ ഇന്നാ ലനഹ്നുൽ മുസബ്ബിഹൂൻ, തീർച്ചയായും ഞങ്ങളാണ് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നവർ എന്ന് മലക്കുകൾ പറഞ്ഞ വാക്കുണ്ട്. അപ്പോ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മലക്കുകൾ സ്വഫുകളായി നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്തിൽ മുഴുകിയിട്ടുള്ളവരാണ്, സുജൂദിലും നിന്നുകൊണ്ടുമുള്ളത്. അപ്പൊ മലക്കുകൾ ആകാശലോകത്ത് അത്രത്തോളമുണ്ട്, ഒരു കാല് വെക്കാനുള്ള സ്ഥലം പോലുമില്ല അവിടെ മലക്ക് സുജൂദിലായിക്കൊണ്ടല്ലാതെ എന്ന് പറയാം. മറ്റൊരു റിവായത്ത് ഇതേ ആശയത്തെ അറിയിക്കുന്നത് വറവാ തൊബ്രാനി അൻജാബിർ, തൊബ്രാനി അദ്ദേഹത്തിന്റെ അൽ മുഅ്ജമുൽ കബീർ എന്നുള്ള കിതാബിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു റിവായത്താണ്. അൻജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഫിസ് സമാവാതി സബ്അ മൗദിഉ ഖദമിൻ വലാ ശിബ്രിൻ വലാ കഫിൻ, 7 ആകാശത്തിലില്ല ഒരു സ്ഥലമില്ല, മൗദിഉ ഖദമിൻ ഒരു കാല് വെക്കാൻ, വലാ ഷിബിരിൻ, ഷിബിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തള്ളവിരലും ചെറുവിരലും നീട്ടിപ്പിടിച്ചിട്ട് നമ്മൾ ഒരളവ് എടുക്കൂലേ, അതിനാണ് ഷിബിർ എന്ന് പറയാം. വലാ കഫിൻ, കഫ് എന്ന് പറഞ്ഞാൽ നീട്ടിപ്പിടിക്കാതെ കൈ ഇങ്ങനെ വെക്കുമ്പോൾ ഒരളവുണ്ടല്ലോ, അതിനാണ് കഫ് എന്ന് പറയുക. അത്രത്തോളം സ്ഥലമില്ല. ഇല്ലാ വഫീഹി മലക്കുൻ ഖായിമുൻ, അവിടെ ഒരു മലക്ക് നിന്നുകൊണ്ടോ, ഔ മലക്കുൻ സാജിദുൻ സുജൂദിലായിക്കൊണ്ടോ, ഔ മലക്കുൻ റാക്കിഉൻ റുകൂഇലായിക്കൊണ്ടോ ഇല്ലാതെ. ഫൈദാ കാന യൗമുൽ ഖിയാമ, അങ്ങനെ യൗമുൽ ഖിയാമയായി കഴിഞ്ഞാൽ ഖാലു ജമീഅൻ, അവരെല്ലാവരും പറയും, ആ മലക്കുകൾ, നമ്മളൊന്ന് തസവ്വുർ ചെയ്ത് നോക്കണം. കാരണം അത്രത്തോളം മലക്കുകൾ, 70,000 മലക്കുകൾ ബൈത്തുൽ മഅമൂർ പോയി വരുന്നുണ്ടെങ്കിൽ ആ മലക്കുകളുടെ എണ്ണം. ആകാശലോകത്ത് 7 ആകാശമാണ്, എത്ര വലുപ്പമുണ്ട്. നമ്മള് ചിലപ്പോഴെങ്കിലും ആകാശലോകത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള പഠനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും. അത് തന്നെ ഒന്നാം ആകാശത്തിന്റെ ഒരു ഭാഗം പോലും മനുഷ്യൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോ അങ്ങനെയുള്ള 7 ആകാശങ്ങൾ നിറയെ മലക്കുകളുണ്ട്, ഒരു കാൽപാദം വെക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയിൽ. ആ മലക്കുകൾ എല്ലാവരും അന്ത്യനാളിൽ പറയും, സുബ്ഹാനക മാ അബദ്നാക ഹഖ ഇബാദതിക് ഇല്ലാ അന്നാ ലം നുശ്രിക് ബിക ശൈആ. അവർ പറയും, സുബ്ഹാനക്, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്, മാ അബദ്നാക ഹഖ ഇബാദതിക്, ഞങ്ങൾ നിന്നെ ഇബാദത്ത് ചെയ്തിട്ടില്ല, ഇബാദത്ത് ചെയ്യേണ്ട മുറപ്രകാരം ഞങ്ങൾ ചെയ്തിട്ടില്ല,
ഇല്ല ഒന്നൊഴികെ അന്നാ ലം നുശ്രിക് ബിക ശൈആ, ഞങ്ങൾ ഒന്നിനെയും നിന്നിൽ പങ്കു ചേർത്തിട്ടില്ല, അത്ര ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്ന് മലക്കുകൾ പറയും. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിച്ച് നോക്കി. അതായത് സൃഷ്ടിച്ച സമയം മുതൽ സുജൂദിലായിക്കൊണ്ടും റുക്കൂഇലായിക്കൊണ്ടും നിന്നുകൊണ്ടുമെല്ലാം ഇബാദത്തിൽ മാത്രമായി മുഴുകിയിട്ടുള്ള മലക്കുകൾ, അത്രയും എണ്ണത്തിലുള്ള മലക്കുകൾ അന്ത്യനാളിൽ പറയുന്ന ഒരു വാക്കാണ് സുബ്ഹാനക മാ അബദ്നാക ഹഖ്ക ഇബാദതിക്, ഞങ്ങൾ നിന്നെ ഇബാദത്ത് ചെയ്യേണ്ടതുപോലെ ഇബാദത്ത് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ ഇബാദത്തിന് വേണ്ടി നമ്മൾ എത്ര സമയം, നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാണ്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. പക്ഷേ അതിൽ എത്രത്തോളം, നിർബന്ധമായതിൽ തന്നെ എത്രത്തോളം പരിപൂർണത വരുത്താൻ സാധിച്ചിട്ടുണ്ട്, ഹറാമായത് ഒഴിവാക്കുന്നതിൽ എത്രത്തോളം പരിപൂർണത വരുത്താൻ സാധിച്ചിട്ടുണ്ട്, നമ്മൾ പരിശോധിക്കണം. മലക്കുകൾ ഈ വാക്ക് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയേണ്ടി വരും? പിന്നെ ഒരു ഫായിദ ഇതിനുള്ളത് അടുത്ത വാക്കാണ്, തൗഹീദിന്റെ ഫദ്ലാണ്, തൗഹീദിന്റെ മഹത്വമാണ്. ആ മലക്കുകൾ പോലും പറയുന്ന വാക്ക് എന്താണ്? ഇല്ല അന്നാലം നുശ്രിക ബിക ശൈഅൻ, ഞങ്ങൾ ഒന്നിനെയും നിന്നിൽ പങ്കു ചേർത്തിട്ടില്ല എന്നുള്ളത്. ആ തൗഹീദിന്റെ ഫദ്ല് വളരെ വലുതാണ്. വേറെ എത്ര വലിയ കാര്യങ്ങൾ അവന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എങ്കിലും ആ തൗഹീദ് കൊണ്ട് അവന് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. ആ തൗഹീദിന്റെ ഫദ്ലിനെയും അറിയിക്കുന്നുണ്ട്. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്കാണ് മലക്കുകൾ പറയുന്ന ആ വാക്ക്. ഇനി മലക്കുകളുടെ സൃഷ്ടിപ്പിന്റെ അവരുടെ മൊത്തത്തിലുള്ള എണ്ണവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ആ മലക്കുകളുടെ രൂപത്തിന്റെ ചില വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ വിശേഷണങ്ങൾ, അവരുടെ രൂപം, അവരുടെ ശക്തി, അവരുടെ സിഫത്തുകളെ പറ്റിയിട്ടാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അടുത്തത് കൊടുക്കുന്നത്. وعن جابر رضي الله عنه قال قال رسول الله صلى الله عليه وسلم, ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദിന ലി അൻ ഉഹദ്ദിസ അൻ മലകിൻ മിൻ മലായികത്തില്ലാഹി മിൻ ഹമലത്തിൽ അർശ്, എനിക്ക് അനുവാദം നൽകപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി. എന്തിനെ പറ്റിയിട്ട്? ഹമലത്തുൽ അർശിൽപ്പെട്ട, അർശിനെ ചുമക്കുന്ന മലക്കുകളിൽ ഒരു മലക്കിനെ പറ്റി പറഞ്ഞു തരാൻ, അല്ലെങ്കിൽ ആ മലക്കിന്റെ വിശേഷണങ്ങൾ പറഞ്ഞു തരാൻ എന്നോട് എനിക്ക് അനുവാദം നൽകപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, മാ ബൈന ശഹ്മതി ഉദ്നിഹി ഇലാ ആതിഖിഹി, അതിൽ മലക്കിന്റെ ചെവിയുടെ, അഥവാ ചെവിയുടെ ഷഹ്മത്ത് എന്ന് പറഞ്ഞ ഈ ഭാഗം, ഈ മാംസത്തിന്റെ ഇതുണ്ടല്ലോ, അവിടുന്ന് മുതൽ അതിന്റെ തോള് വരെ, ഈ ഷോൾഡർ വരെ മസീറത്തു 700 ആമിൻ, മസീറത്തു 700 ആമിൻ, 700 വർഷത്തെ യാത്രാദൂരം, 700 വർഷം ഏറ്റവും വേഗതയിൽ യാത്ര ചെയ്താലുള്ള യാത്രാദൂരം എത്രയുണ്ടോ അത്ര ദൂരമുണ്ട് ആ മലക്കിന്റെ കാതിന്റെ താഴ്ഭാഗവും തോളും തമ്മിലുള്ള ദൂരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാണ്. അപ്പൊ അത്രയും വലുപ്പമുള്ള സൃഷ്ടികളാണ് മലക്കുകൾ എന്നുള്ളത്, അത്രയും വലുപ്പമുള്ള സൃഷ്ടികളാണ് മലക്കുകൾ. അബൂ ദാവൂദ് വൽ ബൈഹഖി ഫിൽ അസ്മാഇ വസ്സിഫാത്ത് വദിയാ ഫിൽ മുഖ്താർ ഉദ്ധരിച്ചിട്ടുള്ള കിതാബുകളുടെ പേരാണ്. എന്നിട്ട് പറയുകയാണ് മലക്കുകളുടെ വിശേഷണങ്ങളെ പറ്റി പറയുന്നിടത്ത്, ഫമിൻ സാദതിഹിം ജിബ്രായീൽ അലൈഹിസ്സലാം, ആ മലക്കുകളുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരാളാണ് ആര്? ജിബ്രായീൽ. ജിബ്രായീൽ എന്ന് പറഞ്ഞാൽ ജിബ്രീൽ, രണ്ടുപേരിലും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ജിബ്രായീൽ എന്നും വന്നിട്ടുണ്ട്, ജിബ്രീൽ എന്നും വന്നിട്ടുണ്ട്. രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെ. വഖദ് വസഫഹു അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചു ജിബ്രീൽ അലൈഹിസ്സലാമിനെ ബിൽ അമാനത്തി, വിശ്വസ്തത കൊണ്ട്, വഹുസ്നിൽ ഖുലുഖി, ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളായിക്കൊണ്ട്, വൽ ഖുവ്വതി, നല്ല ശക്തിയുള്ള ആളായിക്കൊണ്ട്. فقال تعالى, അല്ലാഹു തആല സൂറത്തുൽ നജ്മിൽ പറഞ്ഞു, അല്ലമഹു ശദീദുൽ ഖുവാ ദൂ മിർറത്തിൻ ഫസ്തവ, അല്ലമഹു പഠിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു, ശദീദുൽ ഖുവാ ശക്തിയുള്ളവൻ, നല്ല ശക്തിയുള്ളവൻ, ദൂ മിർറത്തിൻ ഫസ്തവ, അതുപോലെ തന്നെ മിർറത്തുള്ളവൻ, ഉയർന്നിട്ടുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൂ മിർറത്തിൻ ഫസ്തവ, അത് ഓരോന്നിനും വിശദീകരിക്കുന്നതിന് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്. തുടർന്ന് പറയുന്നു, വമിൻ ശിദ്ദതി ഖുവ്വതിഹി, ശദീദുൽ ഖുവ എന്ന് പറഞ്ഞല്ലോ, വളരെ ശക്തിയുള്ള ആളാണെന്ന്. ശിദ്ദതി ഖുവ്വതിഹി, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശക്തിയിൽപ്പെട്ടതാണ്, അന്നഹു റഫഅ മദായിന ഖൗമി ലൂത്ത് അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിനെ എന്ത് ചെയ്തു? ആ നാടുകളെ, ലൂത്ത് നബി അലൈഹിസ്സലാം നിയോഗിക്കപ്പെട്ട നാടിന്റെ ആ പട്ടണങ്ങളെ ഉയർത്തി ജിബ്രീൽ അലൈഹിസ്സലാം. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയാം. ലോകത്ത് ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള സുവർഗരതി, ലിവാത്ത്, പിന്നെ അവരുടെ ദേഹേച്ഛകൾ തീർക്കാൻ പുരുഷന്മാരുടെ അടുക്കിലേക്ക് തന്നെ ചെന്ന ആ മ്ലേച്ഛമായ പ്രവൃത്തി ആദ്യമായി ചെയ്ത സമൂഹമാണ്. ലൂത്ത് നബി അലൈഹിസ്സലാം അവരെ താക്കീത്
താക്കീത് ചെയ്തു. അവരതിൽ നിന്ന് വിട്ടുമാറാൻ തയ്യാറായില്ല. അല്ലാഹു തആല അവരെ ശിക്ഷിച്ചു. ആ ശിക്ഷിച്ച രീതി ജിബ്രീൽ അലൈഹി ഇസ്ലാമിലൂടെ ആയിരുന്നു. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനാണ് ശിക്ഷിച്ചത്. ആ ശിക്ഷ നടപ്പിലാക്കിയത് പറയാണ്. ആ പട്ടണം ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ നാടുണ്ടായിരുന്ന അതിൽ വ്യത്യസ്ത പട്ടണങ്ങൾ ഉണ്ടായിരുന്നു. കുന്ന സബഅൻ 7 പട്ടണങ്ങൾ ഉണ്ടായിരുന്നു, 7 സിറ്റീസ് ഉണ്ടായിരുന്നു, മദീനകൾ ഉണ്ടായിരുന്നു ആ സ്ഥലത്ത്. അതിനെയെല്ലാം ജിബ്രീൽ അലൈഹിസ്സലാം ഉയർത്തി. ബിമൻ ഫീഹിന്ന മിനൽ ഉമം, ആ നാടിനെയും ആ നാടുകളെയും അതിലുള്ള എല്ലാ ഗോത്രങ്ങളെയും ആളുകളെയും കൊണ്ട്. വകാനു ഖരീബൻ മിൻ 400,000, അതിൽ ഏകദേശം 4 ലക്ഷത്തോളം ആളുകൾ ആ നാടുകളിൽ ഉണ്ടായിരുന്നു. വമാ മഅഹും, അതോടൊപ്പം അതിലുണ്ടായിരുന്ന മിനദ്ദവാബി വൽ ഹയവാനാത്ത്, മറ്റുള്ള ജന്തുജീവജാലങ്ങൾ, മൃഗങ്ങളെയെല്ലാം. വമാലി തിൽക്കൽ മദായിൻ മിനൽ അറാദി വൽ അമാറാത്ത്, അതുപോലെ ആ ഭൂമിയിൽ ഈ നാടുകളിൽ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളാവട്ടെ ബാക്കിയുള്ള സ്ഥലങ്ങളാവട്ടെ അതിനെയെല്ലാം അലാ ത്വറഫി ജനാഹിഹി, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകിന്റെ ഒരു അറ്റം കൊണ്ടാണ് എടുത്തുയർത്തിയത്. അവർക്കുണ്ടായ ശിക്ഷ എന്താണ്? അവരെ ഭൂമിയോടുകൂടി എടുത്ത് ഉയർത്തി കീഴ്മേൽ മറിച്ചിട്ടുകൊണ്ട് അവരുടെ ചുട്ടുപഴുപ്പിച്ച കല്ലുകൾ കൊണ്ട് അതിന്റെ മേലെ പതിച്ചിട്ടാണ് ശിക്ഷ നടപ്പിലാക്കിയത്. അത്രയും ഗൗരവമുള്ള ശിക്ഷ അവരുടെ മേലെ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നടപ്പിലാക്കിയത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആ നാടിനെ മൊത്തം ജിബ്രീൽ അലൈഹിസ്സലാം അവിടുത്തെ ചിറകിന്റെ ഒരറ്റം കൊണ്ട് തോണ്ടിയെടുക്കുകയാണ് ചെയ്തത്. ഹത്താ ബലഗ ബിഹിന്ന അനാനസ്സമാ, എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ആ നാടിനെ ഉയർത്തി ആകാശത്തിലേക്ക് മുട്ടുന്ന രീതിയിൽ അതിനെ ഉയർത്തുകയുണ്ടായി. ഹത്താ സമിഅത്തിൽ മലായികതു നുബാഹ കിലാബിഹിം വസിയാഹ ദീകതിഹിം, അങ്ങനെ അത് ഉയർന്ന് ഒന്നാം ആകാശത്തിലുള്ള മലക്കുകളുടെ അടുക്കൽ വരെ അതിനെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയുണ്ടായിരുന്ന മലക്കുകൾ ആ നാട്ടിലെ നായ്ക്കളുടെ കുരയും കോഴികളുടെ കൂകലും വരെ കേൾക്കുകയുണ്ടായി. ثم قلبها فجعل عاليها سافلها, പിന്നെ അതിനെ മറിച്ചിട്ടു, അതിനെ ഉയർത്തിയിട്ട് അതിനെ മറിച്ചിട്ട് മേൽഭാഗം താഴ്ഭാഗത്തിലേക്കായി മറിച്ചിട്ടു. ഫഹാദാ ഹുവ ശദീദുൽ ഖുവ, അതാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ശക്തിയെ പറ്റി പറയുന്നത്. ഈ ഒരു സംഭവം ഇമാം അഹ്മദ് മുസ്നദിലും അബൂ ദാവൂദ്, തിർമിദി, ഇബ്നു മാജ എന്നിവർ ഇബ്നു അബ്ബാസിന്റെ റിവായത്തായിക്കൊണ്ട് ഉദ്ധരിക്കുന്നുണ്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ഈ ഒരു സംഭവം. അപ്പോൾ അത്രത്തോളം ശക്തിയുള്ള സൃഷ്ടിയാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുകയാണ്. എന്നിട്ട് വഖൗലുഹു ദൂ മിർറത്തിൻ എന്ന വാക്കിന്റെ അർത്ഥം ഐ ദി ഖുലുഖിൻ ഹസനിൻ, അതായത് നല്ല ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്വഭാവമുള്ള. വബഹാഇൻ വസനാഇൻ, ബഹാ സനാ എന്നൊക്കെ പറഞ്ഞാൽ സൗന്ദര്യം, അതുപോലെ തന്നെ ആ ഒരു സൗന്ദര്യം കൊണ്ടുണ്ടാകുന്ന ആ ഒരു ഭംഗി, അതുപോലുള്ള കാര്യങ്ങൾ. അപ്പൊ നല്ല സ്വഭാവമുള്ള ആളാണ്, നല്ല ഭംഗിയുള്ള അങ്ങനെയുള്ള ആളാണ്. വഖുവ്വത്തു ശദീദ, വളരെ ശക്തിയുള്ളതാണ്. അതാണ് ദൂ മിർറ എന്നുള്ളതിന്റെ അർത്ഥം. ഖാല മഅനാഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിന്റെ അർത്ഥത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ദൂ മിർറത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും നല്ല സൗന്ദര്യം, ഭംഗി, ശക്തി എന്നുള്ള അർത്ഥത്തിലാണ്. വഖാല ഗൈറുഹു, മറ്റുള്ള ചില തഫ്സീറുകളിൽ വന്നിട്ടുണ്ട് ദൂ മിർറത്തിൻ എന്ന് പറഞ്ഞാൽ ദൂ ഖുവ്വത്തിൻ എന്ന് തന്നെയാണ്. മിർറത്ത് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ള അർത്ഥമാണ്. ചിലർ ശക്തി തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. വഖാല തആല ഫീ സിഫതിഹി, അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വിശേഷണങ്ങളായിക്കൊണ്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മക്കീൻ മുതാഇൻ സമ്മ അമീൻ. സൂറത്തു തക്വീറിലെ ആയത്തുകളാണ്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, ഈ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ചിട്ടുള്ളത് പിന്നെ മാന്യനായിട്ടുള്ള കരീമായിട്ടുള്ള ഒരു റസൂലാണ്, അഥവാ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മക്കീൻ, അല്ലാഹുവിന്റെ അർശിന്റെ അടുക്കൽ പ്രത്യേക സ്ഥാനമുള്ള ശക്തിയുള്ള മലക്ക്. മുതാഇൻ സമ്മ അമീൻ, അനുസരിക്കപ്പെടുന്ന, ആകാശലോകത്ത് അനുസരിക്കപ്പെടുന്ന മലക്കാണ്. അനുസരിക്കുന്ന എന്നല്ല, അനുസരിക്കപ്പെടുന്ന. സമ്മ അമീൻ, വിശ്വസ്തനായിട്ടുള്ള മലക്കാണ്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ വിശേഷണങ്ങളാണ് അല്ലാഹു തആല പറഞ്ഞത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഐ ലഹു ഖുവ്വത്തുൻ വബഅസുൻ ശദീദുൻ, അതായത് വളരെ വലിയ ശക്തിയുള്ള ശേഷിയുള്ള ആളാണ് ജിബ്രീൽ അലൈഹിസ്സലാം. വലഹു മകാനത്തുൻ വമൻസിലത്തുൻ ആലിയത്തുൻ റഫീഅത്തുൻ ഇൻദ ദിൽ അർശിൽ മജീദ്. വലഹു, ജിബ്രീൽ അലൈഹിസ്സലാമിനുണ്ട് മകാനത്തുൻ വമൻസിലത്തുൻ, സ്ഥാനം, പദവി, ആലിയത്തുൻ റഫീഅത്തുൻ, ഉന്നതമായ ഉയർന്നതായ, ഇൻദ ദിൽ അർശിൽ മജീദ്, അർശിന്റെ അടുക്കൽ, മജീദായിട്ടുള്ള അങ്ങേയറ്റ മഹത്വമുള്ള അർശിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുള്ള ആളാണ് ആര്?
ജിബ്രീൽ അലൈഹിസ്സലാം. മുത്താഇൻ സമ്മ അമീൻ, മുത്താഇൻ എന്ന് പറഞ്ഞാൽ അനുസരിക്കപ്പെടുന്ന, ഐ മുത്താഇൻ ഫിൽ മലഇൽ അഅല, ആകാശ ലോകത്ത് അനുസരിക്കപ്പെടുന്ന ഒരു മലക്കാണ് ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. അഥവാ മറ്റുള്ള മലക്കുകൾ ആരനുസരിക്കും? ജിബ്രീൽ അലൈഹിസ്സലാമിനെ അനുസരിക്കും. മലക്കുകളുടെ ഒരു നേതാവാണ് ആകാശ ലോകത്ത് ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും കാര്യങ്ങൾ മലക്കുകളെ അറിയിക്കാനുണ്ടെങ്കിലും അല്ലെങ്കിൽ വഹിയായിട്ടാണെങ്കിലും എല്ലാം കാര്യങ്ങളെ ആദ്യം അറിയിക്കുക ആരിലേക്കാണ്? ജിബ്രീൽ അലൈഹിസ്സലാമിലേക്കാണ്. എന്നിട്ടാണ്, അതുകൊണ്ടാണ് മുത്താഇൻ, അനുസരിക്കപ്പെടുന്ന ആളാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അമീൻ, അമീൻ എന്ന് പറഞ്ഞാൽ ദി അമാനത്തിൻ അദീമത്തിൻ, വിശ്വസ്തതയുള്ള ആളാണ്, മഹത്തായിട്ടുള്ള വിശ്വസ്തതയുള്ള. വലിഹാദ, അതുകൊണ്ടാണ് കാന ഹുവ സഫീറ ബൈനല്ലാഹി വബൈന റസൂലിഹി, അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം ആരായത്? സഫീർ എന്ന് പറഞ്ഞാൽ അംബാസഡർ എന്നുള്ള അർത്ഥം. അംബാസഡർ പറഞ്ഞാൽ എന്താ? ഒരു നാട്ടിൽ നിന്ന് വേറെ നാട്ടുകാരുമായിട്ടുള്ള ബന്ധം വെക്കുന്ന, അതിന്റെ ഇടനിലക്കാരായി നിൽക്കുന്നതാണ് അംബാസഡർ. അപ്പൊ അങ്ങനെയുള്ള ആളായിട്ട് അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും ഇടയിലുള്ള ഒരു സഫീർ ആയിട്ട്, അംബാസഡർ ആക്കിയിട്ട് അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ വെക്കാനുള്ള കാരണം അത്രയും വലിയ വിശ്വസ്തനായിട്ടുള്ള ആളായതുകൊണ്ടാണ്. ഇതെല്ലാം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വിശേഷണങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആലോചിച്ച് നോക്കിയും, ഇതാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വിശേഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ മലക്കുകൾക്ക് ഓരോരുത്തർക്കും ഓരോ വിശേഷണങ്ങൾ ഹദീസിൽ വന്നത്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? മലക്കുകളെ നമുക്ക് കണ്ടിട്ടില്ല. ഏതൊരു വിശ്വാസ കാര്യം പോലെ തന്നെ, ഗൈബി ആയിട്ടുള്ള വിശ്വാസം പോലെ തന്നെ ഖുർആനിലും ഹദീസിലും എന്താണോ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളത് അതിനെ വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ മേലെയുള്ള ബാധ്യത. അപ്പൊ ആ മലക്കുകളെ സംബന്ധിച്ച്, അതിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള വിശേഷണങ്ങളാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി വേറെയും ചില വിശേഷണങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിന് പ്രത്യേകം പറയാനുള്ള കാരണം എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണ് മലക്കുകളുടെ നേതാവ്. റൂഹ എന്നുള്ള പേരിൽ, അമീൻ എന്നുള്ള പേരിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമായതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ആരെങ്കിലും വെറുപ്പ് വെച്ചാൽ അത് അള്ളാഹുവിനോട് വെറുപ്പ് വെക്കുന്ന പോലെയാണ് എന്ന് ചില ആയത്തുകൾ പരാമർശിച്ച് കാണാം. കാരണം ജൂതന്മാർക്കും മറ്റുമെല്ലാം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വഹി ഞങ്ങളുടെ അഥവാ ബനു ഇസ്രായേൽ വരേണ്ട വഹി അവസാനത്തെ റസൂലിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊണ്ടുപോയി കൊടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാമാണ് എന്ന നിലക്ക് പറയാറുണ്ട്. അതേ ഒരു വാദം റാഫിദികളും ചിലരും പറയാറുണ്ട്. അലി റളിയല്ലാഹുവിന് കൊടുക്കേണ്ട വഹി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് കൊണ്ടുപോയി കൊടുത്തതാണെന്ന് കുറച്ച് മൂത്ത റാഫിദികളൊക്കെ പറയാറുണ്ട്. وقد كان يأتي إلى رسول الله صلى الله عليه وسلم في صفات متعددة എന്ന് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വ്യത്യസ്ത രൂപങ്ങളിൽ വന്നിട്ടുണ്ട്. وقد رآه على صفته التي خلقه الله عليها مرتين, രണ്ട് തവണ ഏതൊരു രൂപത്തിലാണോ ജിബ്രീൽ അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ആ രൂപത്തിൽ ആര് കണ്ടിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. അഥവാ മലക്കുകളെ അസ്ലിയായിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ രൂപത്തിൽ എത്ര തവണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുള്ളത്? 2 തവണയാണ്. അതല്ലാത്തപ്പോൾ വേറെ രൂപങ്ങളിലായിട്ടുണ്ടും മനുഷ്യ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഹദീസിൽ ജിബ്രീൽ നമുക്കറിയാം, അതല്ലാത്ത രൂപത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അസ്ലിയായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ രൂപത്തിൽ 2 തവണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുള്ളത്. വലഹു 600 ജനാഹിൻ, എത്ര ചിറകുകളുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്? 600 ചിറകുകളുണ്ട്. റവാദാലിക്കൽ ബുഖാരി അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അത് ഇമാം ബുഖാരി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിൽ വന്നത് കാണാം. 2 തവണ കണ്ടിട്ടുള്ളത്, ഒന്നാമത്തെ കണ്ടിട്ടുള്ളത് എപ്പോഴാണ്? വഹി ലഭിക്കുന്ന ആദ്യ സമയത്ത്, ഹിറാ ഗുഹയിൽ വെച്ചിട്ടല്ല. അതല്ലാതെ രണ്ടാമത് 3 വർഷത്തിന് ശേഷം ഹിറാ ഗുഹയിൽ സൂറത്തുൽ അലക്കിന്റെ ആദ്യ ആയത്തുകൾ ഇറങ്ങിയതിനു ശേഷം 2-3 വർഷത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭാഗത്തുകൂടെ നടന്നു പോകുമ്പോൾ ആകാശത്ത് നിന്ന് ശബ്ദം കേട്ട് മേലോട്ട് നോക്കിയപ്പോൾ ആരെ കണ്ടിട്ടുണ്ട്? ജിബ്രീൽ അലൈഹിസ്സലാമിനെ ചക്രവാളത്തിൽ നിറഞ്ഞ അവസ്ഥയിൽ കണ്ടിട്ടുണ്ട്. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് കണ്ടത് എപ്പോഴാണ്? മിഅ്റാജ് യാത്രയിൽ സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ചിട്ട്. വലഖദ് റആഹു നസ്ലതൻ ഉഖറ ഇൻദ സിദ്റത്തിൽ മുൻതഹ. സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ ആകാശലോകത്തിന്റെ ഈ ഭൂമി സൃഷ്ടികളുടെ എൻഡ് പോയിന്റ് ആണ് സിദ്റത്തുൽ മുൻതഹ. അതിനപ്പുറത്തുള്ളത് അള്ളാഹുവിന്റെ സന്നിധിയാണ്. അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമില്ല. ആകെ ഒരാളെ പ്രവേശിച്ചിട്ടുള്ള ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും സിദ്റത്തുൽ മുൻതഹ ബൗണ്ടറി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ അനുവാദം അള്ളാഹു തആല നൽകിയിട്ടില്ല. അള്ളാഹുവിന്റെ കൽപ്പന. അപ്പൊ ആകാശലോകത്ത് ഉയർന്ന് അള്ളാഹുലേക്ക് എത്തുന്ന കാര്യങ്ങളുടെ ബൗണ്ടറിയാണ് സിദ്റത്തുൽ മുൻതഹ.
അള്ളാഹുവിന്റെ കൽപ്പന ഇങ്ങോട്ട് വരുമ്പോഴുള്ള ബൗണ്ടറിയാണ് സിദ്റത്തുൽ മുൻതഹ. അതിന്റെ അപ്പുറത്തേക്ക് ആകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ മിഅ്റാജിന്റെ രാത്രിയിൽ പോയിട്ടുള്ളൂ. അപ്പൊ അവിടെ വെച്ചിട്ടും ജിബ്രീൽ അലൈഹിസ്സലാമിനെ അത് പരിപൂർണമായ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. വറവാ അൽ ഇമാം അഹ്മദ് അൻ അബ്ദുല്ലാഹ് ഖാല റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീല ഫീ സൂറതിഹി വലഹു 600 ജനാഹിൻ. നേരത്തെ പറഞ്ഞുള്ള ഹദീസ് തെളിവെടുക്കുകയാണ്. കുല്ലു ജനാഹിൻ മിൻഹാ സദ്ദൽ ഉഫ്ഖ യസ്ഖുതു മിൻ ജനാഹി മിൻ അത്തഹാവീലി വദ്ദുരി വൽയാഖൂതി വല്ലാഹു ബിഹി അലീം. 600 ചിറകുകളുണ്ട്. കുല്ലു ജനാഹിൻ മിൻഹാ സദ്ദൽ ഉഫ്ഖ, ഉഫ്ഖ് എന്ന് പറഞ്ഞാൽ ചക്രവാളം അഥവാ കിഴക്കും പടിഞ്ഞാറും. ആ ഓരോ ചിറകും തന്നെ 600 ചിറകിൽ തന്നെ ഓരോന്നും കിഴക്കും പടിഞ്ഞാറും മുട്ടി നിൽക്കുന്ന അത്ര വലിപ്പത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. യസ്ഖുതു മിൻ ജനാഹിഹി, ആ ചിറകുകളിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകിൽ നിന്ന് വീഴുന്നുണ്ടായിരുന്നു. മിനത്ത് തഹാവീൽ, തഹാവീൽ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത നിറങ്ങളിലുള്ള പട്ട് പോലത്തെ വസ്തുക്കൾ കൊഴിഞ്ഞു വീഴുന്നതിനാണ് തഹാവീൽ എന്ന് പറയാം, പല നിറങ്ങളിലുള്ള വീഴുന്നത്. വദ്ദുർ, പവിഴങ്ങൾ, മുത്തുകൾ, വൽയാഖൂത്ത്, പവിഴങ്ങൾ, അതെല്ലാം ആ ചിറകുകളിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. വല്ലാഹു ബിഹി അലീം, അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ അറിയുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ അങ്ങനെയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടത്. വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ രൂപവുമായി ബന്ധപ്പെട്ട സിഫത്തുകൾ, വസ്ത്രത്തിന്റെ സിഫത്തും അതുപോലെയുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. വഅൻ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീല ഫി ഹുല്ലത്തിൻ ഖദ്റാ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന റിവായത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു ഫി ഹുല്ലത്തിൻ ഖദ്റാ, പച്ച നിറത്തിലുള്ള ഒരു വസ്ത്രത്തിലായിക്കൊണ്ട്. ഹുല്ലത്ത് എന്ന് പറഞ്ഞാൽ വസ്ത്രം എന്ന നിലക്ക്, ഒരു ആഭരണം എന്ന നിലക്ക് പറയുന്നതാണ്. ഒരു അലങ്കാരമായിക്കൊണ്ടുള്ള ആ രീതിയിൽ അലങ്കാരം എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കാം, അല്ലെങ്കിൽ ആഭരണങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കാം. വസ്ത്രം അടുത്ത ഹദീസിൽ വരുന്നുണ്ട്. ആ നിലക്കുള്ള ആഭരണങ്ങൾ ധരിച്ചുകൊണ്ട് കണ്ടു, പിന്നെ പച്ച നിറത്തിലുള്ള. വഖദ് മലഅ മാ ബൈന അസ്സമാഇ വൽ അർദ്, അത് ജിബ്രീൽ അലൈഹിസ്സലാം ആകാശഭൂമികൾ നിറഞ്ഞു നിൽക്കുന്ന അത്ര വലുപ്പത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. അഥവാ ആകാശത്തേക്ക് നോക്കുമ്പോൾ ആകാശം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റൊരു ഹദീസിൽ وعن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم قال رأيت جبريل منهبطا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു ഇറങ്ങി വരുന്ന അവസ്ഥയിലായിക്കൊണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്ന അവസ്ഥയിലായിക്കൊണ്ട്. ഖദ് മലഅ മാ ബൈനൽ ഖാഫിഖൈൻ, 2 ചക്രവാളം അഥവാ കിഴക്കും പടിഞ്ഞാറും നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാൻ കണ്ടത്. അലൈഹി സിയാബു സുന്ദുസിൻ മുഅല്ലഖുൻ ബിഹൽ ലുഅ്ലുഉ വൽ യാഖൂത്ത്, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വസ്ത്രം പട്ടുകൊണ്ടുള്ളതായിരുന്നു. അതിൽ പവിഴവും മുത്തുകളുമെല്ലാം ചേർത്ത് പിടിച്ചു വെക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു ആ വസ്ത്രമുണ്ടായിരുന്നത്. റവാഹു അബു ഷെയ്ഖ് അളമ എന്ന കിതാബിൽ അബു ഷെയ്ഖ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതേ ആശയത്തിൽ സ്വഹീഹ് മുസ്ലിം റിവായത്തിൽ വന്നിട്ടുണ്ട്. അപ്പോ അതാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വസ്ത്രത്തിന്റെ രൂപം എന്ന് പറയുന്നത്. എന്നിട്ട് പറയാണ് വലിബ്നു ജരീരിൻ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ജരീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ചില കാര്യങ്ങൾ ഈ മലക്കുകളുടെ പേരുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ചില കാര്യങ്ങളാണ്. ഖാല ജബ്രായീൽ അബ്ദുല്ലാ, ജബ്രായീൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അബ്ദുല്ലാ എന്നുള്ളതാണ്. മീകായിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഉബൈദുല്ലാ. എന്താ അബ്ദും ഉബൈദും തമ്മിലുള്ള വ്യത്യാസം എന്താ? അബ്ദ് എന്നുള്ള പദത്തിന്റെ തസ്ഗീറായ രൂപമാണ് ഉബൈദ് എന്ന് പറയുക അറബി ഭാഷയിൽ. അബ്ദ് പറഞ്ഞ അടിമ, ഉബൈദ് പറഞ്ഞാൽ ചെറിയ അടിമ എന്ന് പറയും. സഗീർ, സുഗൈർ, ഏത് ആവശ്യമല്ല. ഇപ്പൊ സാജിദ്, സുവൈജിദ്, തസ്ഗീറിന്റെ ചില സീഗകളുണ്ട്. ഒരു കാര്യത്തിന്റെ ചെറുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദമാണത്. അപ്പൊ ഉബൈദ് പറഞ്ഞാൽ ചെറിയ അടിമ. വകുല്ലു ഇസ്മിൻ ഫീഹി ഈലുൻ ഫഹുവ അബ്ദുല്ലാ. ഇവിടെ പറയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഈൽ എന്നുള്ള വാക്കിനോട് ചേർന്ന് വരുന്ന വാക്കുകൾ അതിന്റെ അർത്ഥം എന്താണ്? അബ്ദുല്ല എന്നുള്ളത്. അതായത് മീകായിലാവട്ടെ ഇസ്രാഫീലാവട്ടെ ഏത് പേരും ഈൽ എന്നുള്ളതിനോട് ചേർന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ അടിമ എന്നുള്ളതിലേക്കാണ് അതിന്റെ അർത്ഥം. അപ്പൊ മലക്കുകളുടെ പേരിന്റെ പൊതുവായിട്ടുള്ള അർത്ഥം എന്താണ്? അബ്ദുല്ല എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള അർത്ഥം. വലഹു, അതുപോലെ തന്നെ ഇബ്നു അബ്ബാസിൽ നിന്നുള്ള മറ്റൊരു റിവായത്തിൽ അലി ഇബ്നുൽ ഹസൻ ഇബ്നു ജരീറിന്റെ റിവായത്തിൽ അലി ഇബ്നു ഹുസൈൻ മിസ്ലഹു വസാദ ഇസ്രാഫീൽ അബ്ദുറഹ്മാൻ. അലി ഇബ്നു ഹുസൈൻ, അലി റളിയല്ലാഹുവിന്റെ മകൻ, ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഒരു മകൻ ഉണ്ടായിരുന്നു അലി എന്നുള്ളത്. സൈനുൽ ആബിദീൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ റിവായത്തിൽ കാണാം വസാദഹു ഇസ്രാഫീൽ. ഇസ്രാഫീൽ എന്നുള്ളതിന്റെ അർത്ഥം അബ്ദുറഹ്മാൻ എന്നുള്ളതാണ് എന്നും വന്നിട്ടുണ്ട്. എന്തായാലും അള്ളാഹുവിന്റെ പേരിലേക്ക് ചേർത്തിക്കൊണ്ട് അബ്ദ് എന്നുള്ള അർത്ഥത്തിലാണ് മലക്കുകളുടെ പേര് വന്നിട്ടുള്ളത്.
ഇനി മലക്കുകളുടെ ശ്രേഷ്ഠത, ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ശ്രേഷ്ഠതയും ആ മലക്കുകൾ അള്ളാഹുവിനെ കുറിച്ച് വെച്ചിരുന്ന ഭയവും എല്ലാം അറിയിക്കുന്ന കാര്യമാണ്. ആദ്യത്തേത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ശ്രേഷ്ഠത. വറവാഹു തബ്റാനി അദ്ദേഹത്തിന്റെ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിക്കുന്ന റിവായത്തിൽ കാണാം, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി, അലാ ഉഖ്ബിറുക്കും ബി അഫ്ദലിൽ മലായിക, മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായത് ആരാണെന്ന് ഞാൻ അറിയിക്കട്ടെയോ എന്ന് ചോദിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രായീൽ, അതാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണ് എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ ഉള്ള ഹദീസുകൾ അള്ളാഹുവിന്റെ ഗാംഭീര്യത്തെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആകാശ ലോകത്ത് ഒരു കാര്യം അള്ളാഹു കൽപ്പിക്കുന്ന സമയത്ത്, വഹി പറയുന്ന സമയത്ത് മലക്കുകൾ എന്താവും? എല്ലാവരും സുജൂദിലായിക്കൊണ്ട് വീണും ബോധം നഷ്ടപ്പെട്ടു വീഴും. അതിൽ ആരാണ് ആദ്യം എഴുന്നേൽക്കുക? ജിബ്രീൽ അലൈഹിസ്സലാമാണ് ആദ്യം എഴുന്നേൽക്കുക. ഏറ്റവും അഫ്ളലായിട്ടുള്ള മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അടുത്തത്, ആ മലക്കുകൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം എത്രത്തോളം വെച്ചു പുലർത്തിയിരുന്നു എന്നറിയിക്കുന്ന ഒന്ന് രണ്ട് റിവായത്തുകളാണ്. ആ റിവായത്തുകൾ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മലക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിമിഷത്തിൽ പോലും അള്ളാഹുവിനെ എന്ത് ചെയ്തിട്ടില്ല? ധിക്കരിച്ചിട്ടില്ല. ഒരു നിമിഷത്തിൽ പോലും അള്ളാഹുവിന്റെ ഇബാദത്തിലല്ലാതെ അവർ മാറിപ്പോയിട്ടില്ല. അങ്ങനെയുള്ള മലക്കുകളുടെ ഭയത്തെ അറിയിക്കുന്ന ചില റിവായത്തുകളാണ്. وعن أبي عمران الجوني أنه بلغه أن جبرائيل أتى النبي صلى الله عليه وسلم وهو يبكي. إمام أحمد അദ്ദേഹത്തിന്റെ കിതാബ് സുഹദിൽ കൊണ്ടുവന്നിട്ടുള്ള, ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ശുഅബുൽ ഈമാനിൽ കൊണ്ടുവന്നിട്ടുള്ള റിവായത്താണ്. അബു ഇമ്രാൻ അൽ ജൂനി അദ്ദേഹത്തിന് അറിയിക്കപ്പെട്ട ഒരു റിവായത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ബലഗഹു എന്നുള്ള പദം ഹദീസുകളുടെ വിഷയത്തിൽ ഉദ്ധരിക്കുമ്പോൾ അത് ചിലതെല്ലാം ഇസ്രായേലിയാത്തുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ വന്നിട്ടുള്ള റിവായത്തുകളൊക്കെ ആയിരിക്കാം. പൂർണ്ണമായും പരിപൂർണ സഹീഹായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സനദ് ചേർന്ന് വന്നു എന്നതിനെ അറിയിക്കാതിരിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ബലഗഹു എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. ഓരോ പദത്തിനും ഒരർത്ഥമുണ്ട്. ഇപ്പൊ ഹദ്ദസന എന്ന് പറയുമ്പോൾ ഒരർത്ഥമുണ്ട്, അന്ന് പറയുമ്പോൾ ഒരർത്ഥമുണ്ട്, അല്ലെങ്കിൽ അഖ്ബറന എന്ന് പറയുമ്പോൾ ഒരർത്ഥമുണ്ട്. അങ്ങനെ ഓരോന്നിനും അർത്ഥമുണ്ട് ഹദീസിന്റെ റിവായത്തിൽ. ബലഗഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സനദ് പരിപൂർണമായി കൃത്യമായി എത്തിയിട്ടുണ്ടാകില്ല, എന്നാൽ ശരിയാണ് എന്ന് ഏകദേശം ധാരണയുടെ അടിസ്ഥാനത്തിൽ പറയുന്ന റിവായത്തുകളാണ്. فقال أن جبرائيل أتى النبي صلى الله عليه وسلم وهو يبكي. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരികയുണ്ടായി, കരയുന്ന അവസ്ഥയിലായിരുന്നു. فقال له رسول الله صلى الله عليه وسلم ما يبكيك. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് നിന്നെ കരയിച്ചത്, എന്താണ് നീ കരയാനുള്ള കാരണം എന്ന നിലക്ക് ചോദിക്കുകയുണ്ടായി. ഖാല വമാ ലീ ലാ അബ്കി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ എന്തിനാണ് കരയാതിരിക്കുന്നത്? ഫവല്ലാഹി, അല്ലാഹുവാണ്, മാ ജഫത് ലീ ഐനുൻ, എന്റെ കണ്ണ് ഉണങ്ങിയിട്ടില്ല, അഥവാ കണ്ണുനീരില്ലാത്ത കരയാത്ത അവസ്ഥ ഉണ്ടായിട്ടില്ല. മുൻദു ഖലഖല്ലാഹു നാറ, അല്ലാഹു തആല നരകത്തെ സൃഷ്ടിച്ചത് മുതൽ. മഖാഫത അൻ അസിയഹു ഫയഖ്ദിഫനി ഫീഹാ, പേടി കാരണത്താലാണ്. എന്താണ് പേടി? ഞാനെങ്ങാനും അള്ളാഹുവിനെ ധിക്കരിച്ച് അള്ളാഹു എന്നെ ആ നരകത്തിൽ പ്രവേശിക്കുമോ എന്നുള്ള പേടി കാരണത്താലാണ് ഞാൻ എന്റെ കണ്ണ് ഉണങ്ങാത്തത്, അല്ലെങ്കിൽ ഞാൻ കരഞ്ഞത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചു എന്നാണ്. ഇതേ അർത്ഥത്തിൽ പല ഹദീസുകൾ തന്നെ വന്നിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തെ കണ്ടു കഴിഞ്ഞിട്ട് ആ നരകത്തിന്റെ ഭയാനകതയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ നരകത്തിന്റെ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അത്രത്തോളം ഭയം നിറക്കുന്ന ഒരു കാര്യമാണെന്ത്? നരകം എന്നുള്ളത്. ഇപ്പൊ ചില സഹാബികൾ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഒരിക്കൽ ചോദിക്കപ്പെട്ടു ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് നരകത്തെ പറ്റി വിശേഷിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്ക്, നരകത്തെ നീയെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ നിന്റെ ഖൽബ് അതിന്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിപ്പോകുമെന്ന് പറഞ്ഞു. അപ്പൊ അത്രയും ഭയം ഉണ്ടാക്കുന്ന കാര്യമാണ് നരകം എന്നുള്ളത്. പക്ഷെ അതിനെക്കുറിച്ചുള്ള ചിന്ത മറന്നു പോകുന്നതാണ് നമുക്ക് പറ്റുന്ന നാം പാപങ്ങളിൽ മുഴുകുന്നതിനും അല്ലെങ്കിൽ നാം ഇബാദത്തുകളിൽ വീഴ്ച വരുത്തുന്നതിനും നിർബന്ധ കർമ്മങ്ങളിൽ അലസത കാണിക്കുന്നതിനൊക്കെയുള്ള ഒരു കാരണം, ഖൗഫിന്റെ ഭാഗത്തുള്ള കാരണം നരകത്തെ നിസ്സാരമായി നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ്. അള്ളാഹു നരകത്തെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. വലിൽ ബുഖാരിയുടെ റിവായത്തിൽ عن ابن عباس رضي الله عنهما قال, ابن عباس رضي الله عنه ധരിക്കുന്ന റിവായത്തിൽ قال رسول الله صلى الله عليه وسلم لجبرائيل, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുകയുണ്ടായി, അലാ തസൂറുനാ അക്സറ മിമ്മാ തസൂറുനാ, നിങ്ങൾക്ക് ഒന്നുകൂടി കൂടുതലായിട്ട് ഞങ്ങളെ സന്ദർശിച്ചൂടെ എന്ന് ചോദിച്ചു.
അതായത് ഞങ്ങളെ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് കൂടുതൽ വഹീവായിട്ട് വന്നുകൂടെ എന്നുള്ള നിലക്ക് ചോദിച്ചു. അപ്പോ ഫനസലത്ത്, അപ്പൊ ഈ ആയത്തിറങ്ങി. സൂറത്ത് മറിയമിലെ 64-ാമത്തെ ആയത്തിറങ്ങി. وما نتنزل إلا بأمر ربك له ما بين أيدينا وما خلفنا وما نتنزل إلا بأمر ربك. നിന്റെ റബ്ബിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിലല്ലാതെ എന്ത് ചെയ്യില്ല, അവർ ഇറങ്ങി വരികയില്ല. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് ഇറങ്ങി വരാൻ സാധിക്കില്ല. ലഹു മാ ബൈന അയ്ദീന വമാ ഖൽഫന. ആ മലക്കുകളുടെ മുൻപും പിൻപുമുള്ള എല്ലാ കാര്യങ്ങളുടെ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. അഥവാ അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ എന്ത് സാധിക്കില്ല, മലക്കുകൾക്ക് ഭൂമിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. ഇനി വേറെ ചില മലക്കുകളുടെ കാര്യങ്ങളും അവരുടെ വിശേഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട അവരുടെ ഉത്തരവാദിത്തങ്ങളും എല്ലാമാണ് പറയുന്നത്. വമിൻ സാദാതിഹിം, ആ മലക്കുകളുടെ പ്രധാനികളിൽപ്പെട്ട നേതാക്കന്മാരിൽപ്പെട്ട ആളുകളിൽപ്പെട്ടതാണ് മീകായിൽ അലൈഹിസ്സലാം. മീകായിൽ അലൈഹിസ്സലാം ഈ മലക്കുകളുടെ വിശ്വാസത്തില് നമ്മളെങ്ങനെ വിശ്വസിക്കേണ്ട? മലക്കുകളില് ഉസൂൽ ഈമാൻ അടിസ്ഥാനപരമായിട്ട് മലക്കുകൾ വിശ്വസിക്കണമല്ലോ. അതിലെങ്ങനെ വിശ്വസിക്കേണ്ടത്? ഒന്ന്, മലക്കുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കണം. അതുപോലെ തന്നെ അവരുടെ പേരുകൾ അറിയിച്ചിട്ടുള്ള പേരുകൾ വിശ്വസിക്കണം. അവരുടെ ജോലികൾ, ഉത്തരവാദിത്തങ്ങൾ വിശ്വസിക്കണം. ഈ കാര്യങ്ങളൊക്കെ വിശ്വസിക്കണം. അപ്പോ മീകായിൽ എന്നുള്ള പേരുള്ള മലക്ക് ഹദീസിൽ വന്നിട്ടുള്ളതാണ്. വഹുവ മുവക്കലുൻ ബിൽ ഖതരി വന്നബാത്ത്. എന്താണ് ആ മലക്കിന്റെ ഉത്തരവാദിത്തം? എന്താണ് ഏൽപ്പിക്കപ്പെട്ടുള്ളത്? ഖത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ വർഷിക്കുന്നത്. വന്നബാത്ത് എന്ന് പറഞ്ഞാൽ ചെടികൾ അതിനെ മുളപ്പിക്കുന്നത്. അതൊക്കെ അതുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് ആര്? മീകായിൽ അലൈഹിസ്സലാം. വറവാ അൽ ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു റിവായത്തിൽ കാണാം. അനാനസ് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി ജിബ്രീൽ മാ ലി ലം അറ മീകായിൽ ളാഹികൻ ഖത്തു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയുണ്ടായി, എന്താണ് ഞാൻ മീകായിലിനെ ചിരിച്ചുകൊണ്ട് കാണാത്തത്? അത് ഇസ്രാ മിഅ്റാജിന്റെ ദിവസമാണ് എന്നും ചില റിവായത്തിൽ വന്നിട്ടുണ്ട്. എന്താണ് മീകായിൽ ചിരിക്കാത്തത് എന്ന നിലക്ക്? قال ما ضحك ميكائيل منذ خلقت النار. അബൂ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, നരകം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ മീകായിൽ അലൈഹിസ്സലാം എന്ത് ചെയ്തിട്ടില്ല, ചിരിച്ചിട്ടില്ല എന്ന് പറയുകയുണ്ടായി. നരകത്തെക്കുറിച്ചുള്ള ഭയം കാരണത്താൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ. വബിൻ സാദാതിഹിം, അതുപോലെ മലക്കുകളുടെ നേതാക്കളിൽപ്പെട്ട പ്രധാനികളിൽപ്പെട്ട ആളാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇസ്രാഫീൽ എന്ന പേരുള്ള മലക്ക്. വഹുവ അഹദു ഹമലത്തിൽ അർശ്. ഇസ്രാഫീൽ എന്നുള്ളത് ഹമലത്തുൽ അർശിലെ ഒരാളാണ്. അഥവാ അർശിനെ ചുമക്കുന്ന മലക്കുകളിൽ ഒരാളാണ് ആര്? ഇസ്രാഫീൽ അലൈഹിസ്സലാം. വഹുവ അല്ലദീ യൻഫുഖു ഫീഹി സൂർ. ആ ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ് എന്ത് ചെയ്യുന്നത്? കാഹളത്തിൽ ഊതുന്നത്. അന്ത്യനാളിന്റെ സമയത്ത് ആദ്യം ഒരു ഊത്തും, അതിൽ അന്ത്യനാൾ സംഭവിക്കും. രണ്ടാമത്തെ ഊത്തിൽ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുന്ന അവസ്ഥ. ആ ഊതുന്നത്, ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ളതും ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ്. അപ്പൊ ഹമലത്തുൽ അർശിൽപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ ഈ ഉത്തരവാദിത്വമുണ്ട്. ഇനി ഈ കാഹളത്തിൽ ഊതുന്ന മലക്ക് അതിലെങ്ങനെയാണ് ഒരുങ്ങി നിൽക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിവായത്താണ്. روى الترمذي وحسنه والحاكم عن أبي سعيد الخدري رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم كيف أنعم وصاحب القرن قد التقم القرن. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്ങനെയാണ് ഞാൻ ഈ ദുനിയാവിന്റെ അനുഗ്രഹങ്ങളിൽ മുഴുകുക, അല്ലെങ്കിൽ ആസ്വാദനങ്ങളെ ആസ്വദിക്കുക? എന്താണ് കാരണം? വസ്വാഹിബുൽ ഖർനി ഖദിൽ തഖമൽ ഖർന. ആ കാഹളത്തിൽ ഊതാൻ സാഹിബുൽ ഖർൻ പറഞ്ഞാൽ കാഹളത്തിന്റെ ഉത്തരവാദിത്തമുള്ള ആള്. ഇൽതഖമൽ ഖർന എന്ന് പറഞ്ഞാൽ ആ കാഹളത്തിനോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിലായിരിക്കെ ഞാൻ എങ്ങനെയാണ് എന്ത് ചെയ്യുക, ഞാൻ എങ്ങനെയാണ് ദുനിയാവിലെ ആസ്വാദനങ്ങളിൽ മുഴുകുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. സത്യത്തിൽ നമ്മൾക്കൊക്കെ ജീവിതത്തിൽ വരുന്ന ഒരു വലിയൊരു ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ ഇത്രയും ഉറപ്പുള്ള ഒരു കാര്യം, മനുഷ്യൻ അത്രയും ഗഫലത്തിലാകുന്ന ഒരേ ഒരു കാര്യമുള്ളത് മരണമാണ് പറഞ്ഞ് കാണാം. അതായത് മനുഷ്യന് അത്ര ഉറപ്പുണ്ടായിട്ടും മനുഷ്യൻ ഗഫലത്തിലാകുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് മരണമാണെന്ന് കാണാം. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിൽ ചിന്ത ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ കുടുംബം, ഭാര്യ, മക്കൾ, ജോലി, അല്ലെങ്കിൽ നമ്മുടെ വരുമാനം, അല്ലെങ്കിൽ അതുപോലെയുള്ള ഭൗതികമായിട്ടുള്ള എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതിന്റെ ചിന്ത ഒന്നും വേണ്ടെന്നല്ല, ഒക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിന്റെ ചിന്ത നമുക്കുണ്ടാകും.
അതിലെ ചിന്ത നമ്മൾ എത്രത്തോളം അതിന് സമയം കൊടുക്കുന്നുണ്ടാവും, എത്രത്തോളം ചിന്തയിൽ മുഴുകുന്നുണ്ടാവും, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓരോരുത്തരും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് ആലോചിച്ച് നോക്കി, ഞാൻ എങ്ങനെയാണ് ആസ്വദിക്കുക, ആസ്വാദനങ്ങളിൽ മുഴുകുക, നിഅമത്തുകളിൽ മുഴുകുക. വസാഹിബുൽ ഖർനി ഖദിൽ തഖമൽ ഖർന, വാവിന് വാവുൽ ഹാല് എന്ന് പറയും. അഥവാ ഈ കാഹളത്തിന്റെ ആള് കാഹളത്തിനോട് ചേർന്ന് നിൽക്കുകയാണ്. ആ അവസ്ഥയിൽ നിൽക്കുന്നതായിരിക്കും എനിക്ക് എങ്ങനെ അത് ആസ്വദിക്കാൻ പറ്റുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ലോകത്തെ ഏറ്റവും അധികം അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ള, പരലോകത്തെ യാഥാർത്ഥ്യങ്ങളെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ആള്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ദുനിയാവിന്റെ കാര്യങ്ങൾ ഞാൻ ആസ്വദിക്കുക എന്ന് ചോദിച്ചു പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോവാണ്. ഇത് സത്യത്തിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? നമുക്ക് അടുത്ത നിമിഷമാണോ നമ്മുടെ മരണം എന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ ആ മരണത്തെക്കുറിച്ചോ പരലോകത്തിനെ കുറിച്ചോ അതിനുവേണ്ടി പണിയെടുക്കുന്നതിനെ കുറിച്ചോ ചിന്തയേക്കാൾ നമ്മുടെ ചിന്ത മുഴുകിയിട്ടുള്ളത് നാളെ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ദുനിയവിയായ കാര്യങ്ങളിലാണ്, നാളെ നമ്മുടേതല്ലാതായി പോകുന്ന വേറെ കാര്യങ്ങളിലാണ്. അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പേടി പോലും, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പേടി പോലും സത്യത്തിൽ പരലോകത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാൻ പറ്റും. നമുക്ക് വില പിടിച്ച നമ്മുടെ സ്വത്ത്, നമ്മുടെ വാഹനം, നമ്മുടെ വീട്, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ മാതാപിതാക്കൾ, അവര് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അനുഭവിക്കുന്ന ഒരു വേദനയും ബേജാറും ഉണ്ടാവുമല്ലോ. അത്ര പോലും ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല, പരലോകത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടായിരുന്നു. എല്ലാവരുടെ കാര്യം എന്നല്ല, പിന്നെ എന്റെ കാര്യമായിട്ട് ഞാൻ പറയാണ്. അങ്ങനെ നമുക്കുണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. വളരെ ഗൗരവത്തിലെടുക്കണം. നമ്മൾ ഗുറൂറിലായി പോകുന്നതിൻ്റെതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറഞ്ഞ യാ അയ്യുഹൽ ഇൻസാൻ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കാര്യങ്ങളെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? യാ അയ്യുഹൽ ഇൻസാൻ എന്നുള്ള മനുഷ്യനെ വിളിച്ചിട്ട് രണ്ട് കാര്യങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. ഒന്നെന്താണ്? ആരാ പറയാ? യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം. മനുഷ്യ, എന്താണ് അങ്ങേയറ്റം കരീമായിട്ടുള്ള നിന്റെ റബ്ബിന്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞത്? രണ്ടാമത്തെ എന്താണ്? ആർക്കാ പറയാൻ പറ്റുക? രണ്ടായത്തേ ഉള്ളൂ. യാ അയ്യുഹൽ ഇൻസാൻ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായത്തേ ഉള്ളൂ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറയുന്നത്. മനുഷ്യൻ എന്നുള്ള ഇൻസാൻ എന്നുള്ള ഭാഗത്തെ വിളിച്ചു പറഞ്ഞിട്ടുള്ളൂ. യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീഹ്. മനുഷ്യ, നീ നിന്റെ റബ്ബിന്റെ അടുക്കിലേക്ക് കുറെ പണിപ്പെട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്തു പോയി അള്ളാഹിനെ കണ്ടുമുട്ടേണ്ടവനാണ്. രണ്ടായത്തുകൾ മഹത്തായ ആയത്തുകളാണ്. അതിനെക്കുറിച്ച് ശരിക്കുറ്റാലോചിക്കേണ്ട രണ്ടായത്തുകളാണ്. ഇൻസാൻ എന്നുള്ള മനുഷ്യ എന്നുള്ള വിളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ള വാക്കാണ്. യാ അയ്യുഹൻ നാസ് എന്ന് പറഞ്ഞ, നാസ് എന്ന് പറഞ്ഞ മനുഷ്യൻ മാത്രമല്ല, നാസിൽ എന്തും പെട്ടു, ജിന്നും പെട്ടു. അത് പൊതുവായിട്ടുള്ള വിളിയാണ്. ഇൻസാൻ എന്നുള്ളത് മനുഷ്യനോട് മാത്രമുള്ള അള്ളാഹുവിന്റെ വിളിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്ക് എങ്ങനെയാണ് ഈ ദുനിയാവിന്റെ വിഷയങ്ങളിൽ ആസ്വദിക്കാൻ സാധിക്കുക? എന്നിട്ട് പറയാണ്, വഹനാ ജബ്ഹതുഹു വഅസ്ഗാ സമഉഹു. ആ മലക്കിന്റെ നെറ്റി ആ കാഹളത്തിനോട് ചേർന്ന് വെച്ചിട്ടുണ്ട്. ചെറിയ വായത്തിൽ ചുണ്ട് അതിന്റെ ഊതാനായിട്ട് ചേർന്ന് വെച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാം. അതുപോലെ തന്നെ അതിന്റെ കാത് കൂർപ്പിച്ച് നിൽക്കുകയാണ് മലക്ക്. അതായത് അള്ളാഹുവിന്റെ ഒരു കൽപ്പന, ഊതാനുള്ള കൽപ്പന കേൾക്കാൻ വേണ്ടി അത്രയും കൂർപ്പിച്ച് നിൽക്കുകയാണ് കാത്. അള്ളാഹു പറയോ എന്നുള്ളത് ചെറിയ വായത്തിൽ ചുണ്ട് ചേർത്ത് വെച്ചിട്ടുള്ളത് കാണാം. ചുണ്ട് കാഹളത്തിനോട് ചേർത്ത് വെച്ച്, അല്ലെങ്കിൽ അത്രയും അടുത്ത് അള്ളാഹു കൽപ്പിച്ചാ മതി, ഇതിൽ ഊതിയാ മതി. അതോടുകൂടി ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ തന്നെ മാറ്റിക്കളയും. യൗമ തുബദ്ദലുൽ അർദ് ഗൈറൽ അർദി വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഈ ഭൂമിയെയും ആകാശത്തെയും ഈ കോലത്തിലല്ലാതെ മാറ്റിക്കളഞ്ഞ് ഏകനും സർവാധിപനുമായിട്ടുള്ള അള്ളാഹുവിന്റെ അടുക്കൽ ആളുകൾ വെളിവാകുന്ന ആ ദിവസം സംഭവിക്കും. അപ്പൊ അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ ഇരുന്ന് ആസ്വദിക്കുക? നമ്മളിത് നമ്മുടെ ഭൗതികമായിട്ടൊരു കാര്യത്തിനെ ആലോചിച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ മക്കള് അവിടെ ഒരു തീന്റെ അടുത്തേക്ക് ചാടാൻ പോവാൻ നിൽക്കുക. അപ്പൊ നമ്മളിവിടെ കിടന്നിട്ട് വേറെന്തെങ്കിലും പിന്നെ നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവോ? ഇല്ല. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഒരു കുട്ടി, നമ്മുടെ ചെറിയ കുട്ടി അവിടെ ഒരു തീന്റെ വലിയൊരു കുഴിയിലേക്ക് ചാടാൻ അറ്റത്ത് അതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മളിവിടെ നല്ല ഭക്ഷണം കഴിക്കുവോ? ഇല്ല. അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യത്തിൽ മുഴുകിക്കോ? ഇല്ല. കാരണം എന്താണ്? അത് വിലപ്പെട്ടൊരു കാര്യമാണ്. അതിൽ പോയാൽ അപകടം പറ്റുമെന്നറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതൊഴിവാക്കിയിട്ട് അതിനെ രക്ഷപ്പെടുത്താൻ നോക്കും, കുട്ടിയെ രക്ഷപ്പെടുത്താൻ നോക്കും. അങ്ങനെ എന്തെങ്കിലും ബന്ധിപ്പിച്ച് നോക്കിയും. അപ്പൊ അതിനേക്കാൾ ഉറപ്പുള്ള ഒരു കാര്യമാണ് എന്ത്? അവിടെ കാഹളത്തിൽ ഊതാൻ വേണ്ടി ഇസ്രാഫീൽ അലൈഹിസ്സലാം അതിനോട് ചേർന്ന് നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകൊണ്ട് ബോധ്യപ്പെട്ട കാര്യമാണ് പരലോകത്തെ പല യാഥാർത്ഥ്യങ്ങളും, ആകാശലോകത്തെ യാഥാർത്ഥ്യങ്ങൾ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അങ്ങനെ ഉണ്ടായിരിക്കും ഞാനെങ്ങനെ ഇവിടെ കിടന്നിട്ട് ആസ്വദിക്കുക?
നമ്മൾ ആലോചിച്ചാൽ മതി. അങ്ങനെ ഒരു കാര്യം അവിടെ നടക്കുമ്പോൾ ഇവിടെ എങ്ങനെ നമുക്ക് സാധിക്കുക? നമുക്ക് എന്താ വെച്ചാൽ അതിന്റെ ഹഖീഖത്ത് ചിന്ത കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്തതുകൊണ്ടാണ്. ചിന്ത കൊണ്ട് എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ടാണ് അതിന്റെ ഹഖീഖത്ത് നമുക്ക് മനസ്സിലാകാൻ സാധിക്കാത്തത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് പറയാണ് യൻതളിറു മതാ യുഅ്മറു ഫയൻഫുഖ. ആ മലക്കാണെങ്കിൽ കാത് കൂർപ്പിച്ച് നിൽക്കുകയാണ്, കാത്തിരിക്കുകയാണ് എപ്പോഴാണ് കൽപ്പിക്കപ്പെടുക, എന്നോട് ഊതാൻ വേണ്ടി എപ്പോഴാണ് കൽപ്പിക്കപ്പെടുക എന്നുള്ളത്. ഇത് കേട്ടപ്പോ സഹാബികൾക്ക് ബേജാറായി. ഇത് കേട്ടപ്പോ ഭയങ്കരമായിട്ട് ബേജാറായി. അതായത് ഇപ്പൊ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും ഉണ്ടാവും, അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ആലോചിച്ചാൽ പേടിയാവും. അപ്പൊ എന്താണ് ചെയ്യാന്നുള്ള നിലക്ക് സഹാബികൾക്ക് ബേജാറായി. സഹാബികൾ ചോദിച്ചു, ഫമാ നഖൂലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾ എന്താ പറയാ ചോദിച്ചു. ഖാല ഖൂലു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പറയുക ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ അലല്ലാഹി തവക്കൽനാ. ഹസ്ബുനല്ലാഹ്, നമുക്ക് ആര് മതി? അല്ലാഹു മതിയായവനാണ്. വനിഅമൽ വക്കീൽ, ഏറ്റവും നല്ല രീതിയിൽ വരമേൽപ്പിക്കാൻ അല്ലാഹു മതി. അലല്ലാഹി തവക്കൽനാ, അല്ലാഹുവിന്റെ മേലാണ് നാം വരമേൽപ്പിക്കുന്നത്. ഹസ്ബല, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദിക്റാണ് ഹസ്ബല എന്നുള്ളത്. ഇത് ഓരോ സന്ദർഭത്തിൽ പറയേണ്ട ഒരു സന്ദർഭമായിക്കൊണ്ട് ഉലമാക്കൾ പറയാറുണ്ട്. ടെൻഷൻ വരുമ്പോ, പേടി വരുമ്പോ, ബേജാറ് വരുമ്പോഴൊക്കെ ഈ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നുള്ള വാക്ക് പറയാവുന്നതാണ് എന്നുള്ളത്. കാരണം ഇത് കേട്ട് സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന, പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു വാക്ക് മതി. അത്ര ഗൗരവമുള്ള ഒരു വാക്കാണത്. അതിനെ ചിന്തിക്കാത്തോണ്ടാണ്. നമുക്കെന്താ വെച്ചാൽ നമ്മൾ ഹദീസുകളും ആയത്തും കേൾക്കുമ്പോൾ നമ്മൾ വേറൊരു ബൗണ്ടറിക്ക് അപ്പുറത്ത് നിന്നിട്ടാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് പിടുത്തം കിട്ടാത്തത്. ഒരു ബൗണ്ടറിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് ബന്ധിപ്പിച്ച് ഹദീസ് ആയത്തും ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൽബിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ നമ്മുടെ കൽബ് എപ്പോഴും പേടിക്കും. അള്ളാഹുവിനുള്ള ഇബാദത്തിൽ മുഴുകാൻ സാധിക്കും. നമുക്ക് അലസത വരില്ല ഇബാദത്തിന്, അല്ലെങ്കിൽ പാപങ്ങൾ നമ്മൾ ചെയ്തു പോകില്ല. നമുക്ക് ഈ ഗഫലത്ത് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചു പോകുന്നത്. വളരെ ചിന്തിക്കേണ്ട ആ വാക്ക്, നബിയുടെ പദപ്രയോഗം തന്നെ ആ വാക്കുകളിൽ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഹദീസിൽ ഹസ്ബലയുടെ മഹത്വവും മനസ്സിലാക്കാം. ഇസ്രാഫീൽ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൂടി വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു കാര്യം കൂടി വരുന്നുണ്ട്. وعن ابن عباس رضي الله عنهما أن رسول الله صلى الله عليه وسلم قال إن ملكا من حملة العرش يقال له إسرافيل. മറ്റൊരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മലക്കൻ മിൻ ഹമലത്തിൽ അർശ്, ഹമലത്തിൽ അർശിൽപ്പെട്ട ഒരു മലക്ക്. എന്താണ് പേര്? യുഖാലു ലഹു, ആ മലക്കിന്റെ പേര് ഇസ്രാഫീൽ എന്നുള്ളതാണ്. ഇസ്രാഫീൽ എന്നാണ് പേര്. സാവിയത്തുൻ മിൻ സവായ അൽ അർശ് അലാ കാഹിലിഹി. സാവിയത്തുൻ പറഞ്ഞാൽ ഒരു മൂല, ഒരു കോർണർ. മിൻ സവായ അൽ അർശ്, അർശിന്റെ ഒരു കോർണർ എന്നുള്ളത് അലാ കാഹിലിഹി, അദ്ദേഹത്തിന്റെ മുതുകിലാണ്. കാഹിൽ എന്ന് പറഞ്ഞാൽ മുതുക്. അർശിനെ താങ്ങി നിർത്തുന്ന ആളുകളിൽ അദ്ദേഹത്തെ ഒരു അർശിന്റെ കോർണർ എന്നുള്ളത് ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിന്റെ മുതുകിലാണ്. قد مرقت قدماه في الأرض السابعة السفلى. ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിന്റെ കാലുകൾ ഏഴാൻ ഭൂമിയിൽ, ആകാശം ഏഴെണ്ണുണ്ട്, ഭൂമി എത്രണ്ണുണ്ട്? ഏഴെണ്ണുണ്ട്. ആ ഏഴാം ഭൂമിയിലേക്ക് താഴ്ന്നു കിടക്കുന്ന അവസ്ഥയിലാണ്. അതിലേക്ക് പൂന്തി ചളിയിലൊക്കെ വെച്ച കാലിങ്ങനെ അമർന്നു നിൽക്കൂല, അതുപോലെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ തലയാണെങ്കിലോ ഏഴാൻ ആകാശത്തിലേക്ക്, അതിന്റെ മുകളിലേക്ക്, പിന്നെ അതിന്റെ മുകളിൽ പൊന്തി നിൽക്കുന്ന അവസ്ഥയിലാണ് തലഭാഗമുള്ളത് എന്നുള്ളത്. അത്രത്തോളം വലുപ്പത്തിലും അതുപോലെ തന്നെ ആ ഗാംഭീര്യവും അറിയിക്കാനാണ് ഈ ഒരു റിവായത്ത് കൊടുത്തിട്ടുള്ളത്. റവാഹു അബു ഷൈഖ് അബു നഈം ഫിൽ ഹില്യ വറവാ അബു ഷൈഖ് അനിൽ ഔസാഇ ഖാല. മറ്റൊരു അസറിൽ കാണാം, ലൈസ അഹദുൻ മിൻ ഖൽഖില്ലാഹി അഹ്സന സൗതൻ മിൻ ഇസ്രാഫീൽ. ഇസ്രാഫീൽ എന്ന മലക്കിന്റെ പ്രത്യേകതകളാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാളും തന്നെ ഇല്ല ഇസ്രാഫീലിനേക്കാൾ നല്ല ശബ്ദമുള്ളതായിട്ട്. വൈദാ അഖദ ഫി തസ്ബീഹ്, ഇസ്രാഫീൽ അലൈഹിസ്സലാം എങ്ങാനും ആകാശലോകത്ത് ഉറക്കെ തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങിയാൽ ഖതഅ അലാ അഹ്ലി സബ്ഇ സമാവാതിൻ സലാതഹും വതസ്ബീഹഹും, മറ്റുള്ള മലക്കുകൾ അവരുടെ സലാത്തിന്റെയും തസ്ബീഹിന്റെയും ശബ്ദം കുറച്ചുകൊണ്ട് ഈ ഇസ്രാഫീലിന്റെ തസ്ബീഹ് കേൾക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. കാരണം അത്രയും മനോഹരമായ ശബ്ദമുള്ള മലക്കാണ് ആര്? ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്നുള്ളത് എന്നാണ് പറയുന്നത്. വമിൻ സാദാതിഹിം, മലക്കുകളിൽ പ്രധാനികളായിട്ടുള്ള, ഇത് ഓരോ മലക്കുകളെ പ്രധാനപ്പെട്ട ചില മലക്കുകളെ പറ്റി പറയുന്നതാണ്. ഇൻഷാ അല്ലാഹ് കുറച്ച് വായിക്കാം. വമിൻ സാദാതിഹിം, അതുപോലെ മലക്കുകൾ പ്രധാനികളായിട്ടുള്ള ആളാണ് മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം. മലക്കുൽ മൗത്ത് എന്നുള്ളത് ഇപ്പൊ ആരൊക്കെ പറ്റി പറഞ്ഞു? നമ്മള്
ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞു, മീകായിൽ അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞു, ഇസ്രാഫിൽ അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞു. അടുത്ത ഒരു മലക്കാണ് മലക്കുൽ മൗത്ത് എന്നുള്ളത്. വലം യജി മുസർരിഹൻ ബിസ്മിഹി ഫിൽ ഖുർആൻ, മലക്കുൽ മൗത്തിന്റെ പേര് വ്യക്തമായിക്കൊണ്ട് ഖുർആനിൽ വന്നിട്ടില്ല. വലാ ഫിൽ അഹാദീസ് സഹീഹ, സഹീഹായിട്ടുള്ള ഹദീസുകളിലും വന്നിട്ടില്ല. വഖദ് ജാഅ ഫി ബഅദിൽ ആസാരി തസ്മിയതുഹു ബിഅസ്റായീൽ, ചില അസറുകളിൽ എന്ത് വന്നിട്ടുണ്ട്, മലക്കുൽ മൗത്തിന്റെ പേര് അസ്റായീൽ എന്നാണ് ചില അസറുകളിൽ വന്നിട്ടുണ്ട്. ഫല്ലാഹു അലം, അല്ലാഹുവിനറിയാം. ഖാലഹു അൽ ഹാഫിദ് ഇബ്നു കസീർ, ഇബ്നു കസീർ ബിദായ വ നിഹായയിലൊക്കെ ആ നിലക്ക് ചില ഉദ്ധരണികൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് മാത്രം. മലക്കുൽ മൗത്ത് എന്നുള്ള പേരാണ് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളൂ. അസ്റായീൽ എന്നുള്ള പേര് നസ്സിൽ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. എന്നാൽ ചില അസറുകളിൽ എന്ത് വന്നിട്ടുണ്ട്, അസ്റായീൽ എന്നുള്ള പേര് വന്നിട്ടുണ്ട്. വഖാല ഇന്നഹും ബിനിസ്ബതി ഇലാ മാ ഹയ്യഹും ലഹും അഖ്സാമുൻ, ഇനി മലക്കുകളെ പറ്റി പൊതുവായി ചില കാര്യം പറയാണ്. മലക്കുകളെ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ട് ചേർത്തുകൊണ്ട് ചില വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതായത് പേര് അറിയിക്കപ്പെട്ട അല്ലെങ്കിൽ പേര് പ്രത്യേകം പരാമർശിച്ച മലക്കുകൾ നമ്മൾ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ, ഇസ്രാഫീൽ, മലക്കുൽ മൗത്ത് പറഞ്ഞു. ഇനി ജോലിയുടെ അടിസ്ഥാനത്തിൽ ചില നിലക്ക് വേർതിരിച്ച് കാണാം. ഫമിൻഹും, അതിൽപ്പെട്ടതാണ് ഹമലത്തുൽ അർശ് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഹമലത്തുൽ അർശ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ആളുകൾ. വമിൻഹും, അതുപോലെ മറ്റൊരു വിഭാഗം മലക്കുകളാണ് അൽ കറൂബിയൂൻ എന്ന് പേരുള്ളത്. അൽ കറൂബിയൂൻ എന്നുള്ളത് അല്ലദീനഹും ഹൗലൽ അർശ്, അർശിന്റെ ചുറ്റുമായിക്കൊണ്ട്, അർശിനെ ചുമക്കുന്നവരല്ല, എന്നാൽ അള്ളാഹുവിന്റെ അർശിനോട് അടുത്തിട്ടുള്ള അതിന് ചുറ്റുമായിട്ടുള്ള മലക്കുകൾ, അവർക്ക് പറയുന്ന പേരാണ് കറൂബിയൂൻ എന്നുള്ളത്. വഹും മഅ ഹമലത്തിൽ അർശി, അവർ അർശിനെ ചുമക്കുന്നവരുടെ ഒപ്പം തന്നെയാണുള്ളത്. അഷ്റഫിൽ മലായിക്ക, ശ്രേഷ്ഠരായിട്ടുള്ള മലക്കുകളാണ്, ശ്രേഷ്ഠരായിട്ടുള്ള അർശിനെ ചുമക്കുന്ന മലക്കുകളുടെ അടുത്ത് തന്നെയുള്ളവരാണ്. വഹുമുൽ മലായികത്തുൽ മുഖറബൂൻ, അവർ അള്ളാഹുവിലേക്ക് സാമീപ്യം കിട്ടിയിട്ടുള്ള അടുത്തിട്ടുള്ള മലക്കുകളാണ്. കമാ ഖാല തആല, ഏതുപോലെ അല്ലാഹു തആല സൂറത്ത് നിസായിലെ 172 ആയത്തിൽ പറഞ്ഞ പോലെ, ലൻ യസ്തൻകിഫൽ മസീഹു അൻ യകൂന അബ്ദൻ ലില്ലാഹ് വലൽ മലായികത്തുൽ മുഖറബൂൻ, മുഖർരിബീങ്ങളായ മലക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അതിൽപ്പെട്ടതാണ്. അതിന് കറൂബിയൂൻ എന്ന് പറയും ആ വിഭാഗത്തിന്. വമിൻഹും, മറ്റൊരു വിഭാഗം മലക്കുകൾ സുക്കാനു സമാവാതി സബ്ഇ, 7 ആകാശങ്ങളിൽ എപ്പോഴും സ്ഥിരമായിട്ടുണ്ടാകുന്നവർ. യഅ്മുറൂനഹ ഇബാദതൻ ദായിമതൻ ലൈലൻ വനഹാറ, അവരോട് എന്തേ കൽപ്പിച്ചിട്ടുള്ളൂ, രാവും പകലും ഇബാദത്തിലായി കൊണ്ട് മുഴുകിക്കുക. ഇപ്പൊ ഓരോ മലക്കൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് പറഞ്ഞല്ലോ. ഹമലത്തുൽ അർശിന് ഉത്തരവാദിത്തമുണ്ട്, മലക്കുൽ മൗത്തിന് ഉത്തരവാദിത്തമുണ്ട്, മലക്കുൽ മൗത്തിന്റെ ഒപ്പം വരുന്ന റൂഹിനെ പിടിച്ചു കൊണ്ടുപോകാനുള്ള മലക്കുകളുണ്ട്. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് ഉത്തരവാദിത്തമുണ്ട്, മീകായിലുണ്ട്. എന്നാൽ 7 ആകാശത്തിൽ സ്ഥിരമായി ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവിടെ സ്ഥിരമായിട്ടുള്ള മലക്കുകളുണ്ട്. അവരുടെ ജോലി രാവും പകലും ഫുൾ ടൈം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. സ്വബാഹുൻ വമസാഅൻ, രാവിലെ വൈകുന്നേരമാണെങ്കിലും രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും. കമാ ഖാല തആല, ഏതുപോലെ അല്ലാഹു തആല സൂറത്തുൽ അംബിയായിലെ 20 ആയത്തിൽ പറഞ്ഞതുപോലെ, യുസബ്ബിഹൂന ലൈല വന്നഹാറ ലാ യഫ്തുറൂൻ, രാവും പകലും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കും, അത് മുറിഞ്ഞു പോവുകയില്ല. വമിൻഹും, അതുപോലെ തന്നെ അതിൽപ്പെട്ടതാണ് അല്ലദീന യതആഖബൂന ഇലൽ ബൈത്തുൽ മഅ്മൂർ, നമ്മൾ നേരത്തെ പറഞ്ഞ ബൈത്തുൽ മഅ്മൂറിലേക്ക് യതആഖബ എന്ന് പറഞ്ഞാൽ തുടരെ വന്നുകൊണ്ടിരിക്കുന്ന മലക്കുകൾ. അങ്ങനെയുള്ള മലക്കുകളുണ്ട്, തുടരെ ബൈത്തുൽ മഅ്മൂറിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന മലക്കുകൾ. قلت ظاهر أن الذين يتعاقبون إلى البيت المعمور سكان السماوات. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയുകയാണ്, അദ്ദേഹം പറയാണ്, അൽദാഹിർ, ഇതിൽ ബാഹ്യമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അന്നല്ലദീന യതആഖബൂന ഇലൽ ബൈത്തുൽ മഅ്മൂർ, ബൈത്തുൽ മഅ്മൂറിലേക്ക് തുടരെ പോകുന്ന മലക്കുകൾ എന്നുള്ളത് ആരിൽപ്പെട്ടത് തന്നെയാണ്, സുക്കാനുസ് സമാവാത്ത്, 7 ആകാശത്തിലുള്ള ആ മലക്കുകളാണ് അങ്ങനെ ഉണ്ടാകുന്നത് എന്ന് പറയാണ്. വമിൻഹും, അതിൽപ്പെട്ടതാണ് മുവക്കിലൂന ബിൽ ജിനാനി വഇദാദിൽ കറാമാതി ലിഅഹ്ലിഹാ, സ്വർഗത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ സ്വർഗാവകാശികളായി വരുന്ന ആളുകൾക്കൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ള ആളുകൾ. വതഹയ്യുഅതി ദിയാഫതി ലിസാകിനിഹ, സ്വർഗത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവരെ ആതിഥേയത്വം നൽകാൻ വേണ്ടി, അവരെ സ്വീകരിക്കാൻ വേണ്ടി അതിന്റെ പണിയെടുക്കുന്ന മലക്കുകൾ. ഉലമാക്കൾക്കിടയിൽ ഒരു ചർച്ചയുണ്ട്, മലക്കാണോ മുഅ്മിനായ അടിമയാണോ സ്ഥാനത്തിൽ ദറജയിൽ ഉത്തമരെന്നുള്ളത്, മുന്തി നിൽക്കുന്നവരാരാണ് എന്നുള്ളത്. ആ ചർച്ചയിൽ സഹാബികളുടെ വാക്കുകളൊക്കെ കാണാം. അതിൽ മൊത്തത്തിലുള്ള ചർച്ചയുടെ ഒരു അവസാന രൂപമായിട്ട് വന്നിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുനിയാവിൽ മനുഷ്യരുള്ള സമയത്ത് മലക്കുകളാണ് മനുഷ്യരെക്കാൾ പദവി കൂടുതലായിട്ടുള്ള ആളുകൾ. എന്നാൽ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ മലക്കുകൾ മനുഷ്യരുടെ ഖാദിമകളാണ്.
കണ്ടില്ല, അവരെ സൽക്കരിക്കാനും അവരെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ് സ്വർഗത്തിൽ ഉണ്ടാവുക. സ്വർഗാവകാശികളായ മുഅ്മിനീങ്ങളാണ് മലക്കുകളെക്കാൾ പദവി ഉയർന്നിട്ടുള്ള ആളുകൾ. ഈ ഭൂമിയിൽ ഇബാദത്ത് കൊണ്ട്, ഈമാൻ കൊണ്ടും അമലുകൾ കൊണ്ടെല്ലാം ഒരടിമയ്ക്ക് മലക്കുകളുടെ പദവിയിൽ എത്താൻ പറ്റും എന്നുള്ള ചില അസറുകളും വന്നിട്ടുണ്ട്. അപ്പോ ചുരുക്കത്തിൽ ദുനിയാവിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എന്താണ് മനുഷ്യർ അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. എത്ര അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളാണെങ്കിൽ എന്ത് പറ്റും, തെറ്റുകൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. എന്നാൽ പരലോകത്ത് സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ മുഅ്മിനീങ്ങളാണ് മലക്കുകളെക്കാൾ ഉത്തമരായിട്ടുള്ള ആളുകൾ. മലക്കുകൾ അവിടെ ഖാദിമകളായി തീരും. അപ്പൊ അങ്ങനെയുള്ള മലക്കുകളുണ്ട്. അവരൊരുക്കും മിൻ മലാബിസ വ മആകില വ മശാരി വ മസാഖ വ മസാക്കീൻ. മലാബിസ് വസ്ത്രങ്ങൾ, സ്വർഗാവകാശികളുടെ വസ്ത്രങ്ങൾ, മആകില ഭക്ഷണങ്ങൾ, മശാരിബ് പാനീയങ്ങൾ, വ മസാഖ വ മസാക്കീൻ വ്യത്യസ്ത അവർക്ക് ആവശ്യമുള്ള രൂപങ്ങൾ, പിന്നെ എന്തൊക്കെയാണ് ഒരുക്കുന്നത്, വീട്, അതുപോലെയുള്ള എന്തൊക്കെ പണികളുണ്ടോ അതെല്ലാം അവരോട് ഒരുക്കും. വഗൈരി ദാലിക്, അതല്ലാത്ത കാര്യങ്ങളും, മിമ്മാല ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശരിൻ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ചിന്തയിൽ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ എന്തുണ്ട് അവിടെ മലക്കുകൾ ഒരുക്കി കൊടുക്കുന്ന ഉത്തരവാദിത്തമുള്ള മലക്കുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം നമുക്ക് നോക്കാം, അടുത്ത ദിവസത്തിൽ നോക്കാം. അപ്പൊ മലക്കുകളുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൽ നല്ല രീതിയിൽ മലക്കുകളുടെ വിശ്വാസം, അതുപോലെ അവരുടെ വിശേഷണങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ, ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടതൊക്കെ ഈ ഒരു കിതാബിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഈ കിതാബിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് കേട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഈമാൻ കാര്യങ്ങളെ ഒന്നുകൂടിയും ഒരു വ്യത്യസ്ത രീതിയിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു കിതാബാണ് ഉസൂൽ ഈമാൻ എന്നുള്ളത്. ഇത് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും ഇതിലെ ഹദീസുകളെ ഉറ്റാലോചിക്കാനും ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.